ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേദേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.
കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവതജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ഹരി ഓം. ഭാഗവതജ്ഞാനഗംഗ നമ്മൾ ദശമസ്കന്ധത്തിലെ 70-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ നിത്യ അനുഷ്ഠാനങ്ങൾ അഥവാ നിത്യചര്യകളാണ് ആദ്യ ഭാഗം. അത് കഴിഞ്ഞ് സുധർമ്മ എന്ന സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ, ആ സഭയിലേക്ക് മഗധദേശത്ത് നിന്ന് ജരാസന്ധന്റെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട 20,800 രാജാക്കന്മാരുടെ മോചന അപേക്ഷയുമായിട്ട് ഒരു ദൂതൻ വരുന്നതും, പിന്നീട് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് യുധിഷ്ഠിരന്റെ ദൂതനായി നാരദ മഹർഷി വരുന്നതും ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അതിനെ തുടർന്നാണ് രാജസൂയ യാഗം നടക്കാൻ പോകുന്നത്. അപ്പോൾ രാജസൂയ യാഗത്തിലേക്കുള്ള വിത്ത് ഇടൽ ഈ അധ്യായത്തിലാണ്. ബീജാവാപം. അപ്പോൾ നമുക്ക് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സപ്തതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. അദോഷസ്യുപവൃത്തായാം കുക്കുടാൻ കുജദോഷപन् ഗൃഹീതകണ്ഠ്യഃ പതിഭിः മാധവ്യോ വിരഹാതുരാः. വയാംസ്യരൂരുവൻ കൃഷ്ണം ബോധയന്തീവ വന്ദിനഃ ഗായൽ സ്വളിഷു അനിദ്രാണി മന്ദാരവനവായുഭിः. മുഹൂർത്തം തം തു വൈദർഭീനാമൃഷ്യത ദിശോഭനം പരിരംഭണ വിശ്ലേഷാത് പ്രിയബാഹ്വന്തരം ഗദാ. ബ്രാഹ്മേ മുഹൂർത്തേ ഉത്തായ വാര്യുപസ്പൃശ്യ മാധവഃ ദദ്യൗ പ്രസന്നകർണഃ ആത്മാനം തമസഃ പരം. ഏകം സ്വയം ജ്യോതിരനന്യമവ്യയം സ്വസംസ്ഥയാ നിത്യനിരസ്തകൽമഷം ബ്രഹ്മാക്യം അസ്യോൽഭവനാശഹേതുഭിः സ്വശക്തിഭിർലക്ഷിതഭാവനിർവൃതിം. അദാപ്ലുതോംബസ്യമലേ യഥാവിധി ക്രിയാകലാപം പരിധായ വാസസി ചകാര സന്ധ്യോപഗമാദി സത്തമോ ഉതാനലോ ബ്രഹ്മജജാപവാഗ്യതഃ ഉപസ്ഥായാർക്കമുദ്യന്തം തർപ്പയിത്വാത്മനഃ കലാഃ. ദേവാൻ ഋഷീൻ പിതॄൻ വൃദ്ധാൻ വിപ്രാൻ അഭ്യർച്ച്യ ചാത്മവാൻ. ധേനൂനാം രുക്മശൃംഗീണാം സാധ്വീനാം മൗക്തികസ്രജാം പയസ്വിനീനാം ഗൃഷ്ടീനാം സവത്സാനാം സുവാസസാം. ദദൗ രൂപ്യഘുരാഗ്രാണാം ക്ഷൗമാജിനതിലൈഃ സഹ അലങ്കൃതേഭ്യോ വിപ്രേഭ്യോ ബദ്ധ്വം ദിനേ ദിനേ.
ഗോവിപ്രദേവതാ വൃദ്ധഗുരൂൻ ഭൂതാനി സർവശഃ നമസ്കൃത്യാത്മസംഭൂതിർമംഗളാനി സമസ്പൃശത്. ആത്മാനം ഭൂഷയാമാസ നരലോകവിശേഷണം നരലോകവിഭൂഷണം വാസോഭിർഭൂഷണൈः സ്വീയൈः ദിവ്യസ്രഗ് അനുലേപനൈः അവേക്ഷ്യാജ്യം തദാദർശം ഗോവൃഷദ്വിജദേവതാഃ കാമാംശ്ച സർവവർണ്ണാനാം പൗരാന്തഃ പുരചാരിണാം പ്രതാപ്യ പ്രകൃതികാമൈः പ്രതോഷ്യ പ്രത്യനന്ദത. സംവിഭജ്യാഗ്രതോ വിപ്രാൻ സ്രക്താംബൂലാനുലേപനൈः സുഹൃദഃ പ്രകൃതിർദാരാൻ ഉപായുങ്ക്ത തതഃ സ്വയം. താവൽ സൂതൗപാനീയ സ്യന്ദനം പരമാദ്ഭുതം സുഗ്രീവാദ്യൈർഹയൈർയുക്തം പ്രണമ്യാവസ്ഥിതോഗ്രതഃ. ഗൃഹീത്വാ പാണിനാ പാണി സാരഥേസ്തം അദാരുഹത്. സാത്യക്യുദ്ധവ സംയുക്തഃ പൂർവാദ്രിമിവ ഭാസ്കരഃ. ഈക്ഷിതോന്തഃ പുരസ്ത്രീണാം സവ്രീഡ പ്രേമ വീക്ഷിതൈഃ കൃത്സ്രാദ് വിസൃഷ്ടോ നിരഗാദ് ജാതഹാസോ ഹരന്മനഃ. സുധർമാഖ്യാം സഭാം സർവൈഃ വൃഷ്ണിഭിഃ പരിവാരിതഃ പ്രാവിശത്യന്നിവിഷ്ടാനാം ന സന്ധ്യംഗ ഷഡൂർമയഃ. തത്രോപവിഷ്ടഃ പരമാസനെ വിഭുഃ ബഭൗ സ്വഭാസാ കകുബോ അവഭാസയൻ. വൃതോ നൃസിംഹൈര്യദുഭിര്യദുത്തമോ യതോടുരാജോ ദിവി താരകാഗണൈഃ. തത്രോപമന്ത്രിണോ രാജന്നാനാഹാസ്യരസൈർവിഭും ഉപതസ്തുർനടാചാര്യാ നർത്തക്യസ്താണ്ഡവൈ പൃഥക്. മൃദംഗവീണാമുരജ വേണുതാളധരസ്വനൈഃ നനൃതുർജഗുസ്തുഷ്ടുശ്ച സൂതമാഗതവന്ദിനഃ. തത്രാഹുർബ്രാഹ്മണാ കേചിദാസീനാ ബ്രഹ്മവാദിനഃ പൂർവേഷാം പുണ്യേശസാം രാജ്ഞാം ചാഗതയൻ കഥാഃ. തത്രൈകഃ പുരുഷോ രാജന്നാഗതോ അപൂർവദർശനഃ വിജ്ഞാപിതോ ഭഗവതേ പ്രതീഹാരൈ പ്രവേശിതഃ. സ നമസ്കൃത്യ കൃഷ്ണായ പരേശായ കൃതാഞ്ജലിഃ രാജ്ഞാമാവേദയദ്ദുഃഖം ജരാസന്ധനിരോധജം. യേ ച ദിഗ്വിജയേ തസ്യ സന്നതിം നയൈർനൃപാഃ പ്രസഹ്യ രുദ്ധാസ്തേനാസൻ അയുതേ ദ്വേ ഗിരിവ്രജേ. കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജന വയം ത്വാം ശരണം യാമോ ഭവഭീതാ പൃഥഗ്ധിയഃ. ലോകോ വികർമ്മ നിരതഃ കുശലേ പ്രമത്തഃ കർമ്മണ്യയം ത്വദുദിതേ ഭവദർശനേ സ്വേ. യസ്താവതസ്യ ബലവാനിഹ ജീവിതാശാം സദ്യച്ഛിനത്യനിമിഷായ നമോസ്തു തസ്മൈ. ലോകേ ഭവാൻ ജഗതി നഃ കലയാവതീർണഃ സദ്രക്ഷണായ ഖലനിഗ്രഹണായ ചാന്യഃ. കശ്ചിത് ത്വദീയമതിയാദിനിദേശമീശ കിം വാ ജനഃ സ്വകൃതമൃച്ഛതി തന്ന വിദ്മഃ. സ്വപ്നായിദം നൃപസുഖം പരതന്ത്രമീശ ശശ്വദ്ഭയേന മൃതകേന ധുരം വഹാമഃ. ഹിത്വാ തദാത്മനി സുഖം ത്വദനീഹ ലഭ്യം ക്ലിശ്യാമഹേ അതികൃപണാസ്തവ മായയേഹ. തന്നോ ഭവാൻ പ്രണതശോകഹരാംഘ്രിയുഗ്മോ ബദ്ധാൻ വിയുങ്ക്ഷ്വ മഗധാഹ്വയ കർമ്മപാശാത്. യോ ഭൂഭുജോ അയുതമതംഗജ വീര്യമേകോ ബിഭ്രദ്രുരോധ ഭവനേ മൃഗരാടിവാവീഃ. യോ വൈ ത്വയാ ദ്വിനവകൃത്വ ഉദാത്തചക്ര ഭഗ്നോ മൃതേ ഖലു ബബന്ധമനന്തവീര്യം. ജിത്വാ നൃലോകനിരതം സകൃദൂഢദർപ്പോ യുഷ്മത് പ്രചാരുജതിനോചിത തദ്വിധേഹി. ദൂത ഉവാച ഇതി മാഗത സംരുദ്ധാ ഭവദ്ദർശനകാംക്ഷിണഃ പ്രപന്നാ പാദമൂലം തേ ദീനാനാം ശം വിധീയതാം. ഹരിയോ. അതുവരെ മതി വായിച്ചത്. പറഞ്ഞിട്ട് നാളത്തെ ക്ലാസ്സിൽ ബാക്കി വായിക്കാം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.
ഇപ്പോൾ ഭഗവാന്റെ ഒരു നിത്യകർമ്മ നിഷ്ഠ അഥവാ റുട്ടീൻ അതിനെ വർണ്ണിക്കുകയായിരുന്നു. രാവിലെ നേരത്തെ കോഴികൾ കൂവുമ്പോൾ ആ കോഴികളെ ശപിച്ചുകൊണ്ട് ഭഗവാന്റെ പത്നിമാർ വിരഹാതുരരായി ഭഗവാന്റെ ആലിംഗനത്തിൽ ബദ്ധരായി കിടക്കുകയായിരുന്നു. പക്ഷേ പക്ഷികളുടെയൊക്കെ കരച്ചിലൊക്കെ ഉണ്ടായതോടുകൂടി വന്തികൾ വന്ന് രാജാവിനെ ഉണർത്തും പോലെ ഭഗവാനെ ഉണർത്തുന്നവയായി തീർന്നു. അങ്ങനെ ഭഗവാൻ ആ പ്രിയയുടെ പരിരംഭണം പതുക്കെ മാറ്റിയിട്ട് ആ ബാഹുവിൻ്റെ ഇടയിൽ നിന്ന് കൈകളുടെ ഇടയിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് വന്നു. അത് രുക്മിണിയെ പോലെയുള്ള ഭാര്യമാർക്കൊട്ടും സഹിക്കുന്നതല്ല. എങ്കിലും ഭഗവാൻ തൻ്റെ ആ കൃത്യനിഷ്ഠ പാലിച്ചുകൊണ്ട് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ജലസ്പർശം ചെയ്ത് പ്രസന്നകരണനായിക്കൊണ്ട് ആത്മസ്വരൂപത്തെ ധ്യാനിച്ചു എന്ന് പറഞ്ഞു. ആ ആത്മസ്വരൂപത്തെ ഒരു ശ്ലോകം കൊണ്ട് വർണ്ണിച്ചു. ഏകം സ്വയം ജ്യോതി അനന്യമവ്യയം സ്വസംസ്ഥയാ നിത്യനിരസ്തകൽമഷം ബ്രഹ്മാക്യമസ്യോദ്ഭവനാശഹേതുഭിഃ സ്വശക്തിഭിർ ലക്ഷിതഭാവനിർവൃതിം. ഏകവും സ്വയം പ്രകാശസ്വരൂപവും രണ്ടില്ലാത്തതും നാശരഹിതവും സ്വന്തം മാഹാത്മ്യം കൊണ്ട് നിത്യനിരസ്ത കൽമഷം മായയെ നീക്കിയതും മായാരഹിതമായിരിക്കുന്നതും ബ്രഹ്മം എന്ന പേരോടുകൂടിയതും ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം നാശം മുതലായ അതിനൊക്കെ കാരണഭൂതങ്ങളായ തൻ്റെ ശക്തികളെ കൊണ്ട് അഥവാ ത്രിഗുണങ്ങളെ കൊണ്ട് ഈ ലോകത്തിൻ്റെ ഭാവത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് ലക്ഷീകരിച്ചുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആനന്ദസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാനെ ഭഗവാൻ തന്നെ ധ്യാനിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭഗവത് തത്വത്തെ ബ്രഹ്മതത്വത്തെ ധ്യാനിച്ചു. പിന്നീട് നിർമ്മലമായ ജലത്തിൽ സ്നാനം ചെയ്ത് വിധിപ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം ക്രിയാകലാപങ്ങളെല്ലാം ചെയ്യുന്നു. അതുപോലെ 2 വസ്ത്രങ്ങൾ ധരിക്കുന്നു, വേഷ്ടിയും ഉത്തരീയവും. അതിനുശേഷം സന്ധ്യാ ഉപഗമം സന്ധ്യാവന്ദനാദികളെല്ലാം ചെയ്യുന്നു, അഗ്നിഹോത്രം ചെയ്യുന്നു, വാക്കിനെ അടക്കിയവനായി വേദമന്ത്രങ്ങളെ ജപിക്കുന്നു, ഗായത്രി ജപിക്കുന്നു. പിന്നീട് ഉദിച്ചു വരുന്ന സൂര്യനെയും ഉപാസിച്ച് തൻ്റെ തന്നെ അംശഭൂതന്മാരായ ദേവന്മാര്, ഋഷിമാര്, പിതൃക്കള് അവരെയെല്ലാം വേണ്ട പോലെ തർപ്പണം ചെയ്ത് സന്തോഷിപ്പിച്ച് വൃദ്ധന്മാരായ വിപ്രന്മാരെയും വേണ്ട പോലെ പൂജിക്കുന്നു. അങ്ങനെ വന്നു ചേർന്ന ബ്രാഹ്മണർക്കും മറ്റും ധാരാളം പശുക്കളെ ദാനം ചെയ്യുന്നു. എങ്ങനെയുള്ളത്? ധേനൂനാം രുക്മശൃംഗീണാം, രുക്മം കൊണ്ട് അഥവാ സ്വർണം കൊണ്ട് ശൃംഗം ബന്ധിച്ചവർ, അഥവാ എന്താ പറയുക, കൊമ്പിനെ സ്വർണം കൊണ്ട് അലങ്കാരം ചാർത്തിയവർ. അതുപോലെ തന്നെ അത് സാധ്വികളാണ്. സാധ്വികളെന്നാൽ നല്ല സ്വഭാവം ശീലമുള്ളവർ, കറക്കാൻ ചെല്ലുമ്പോൾ ചവിട്ടുകയും കുത്തുകയും ഒന്നും ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്ത സാധു സ്വഭാവമുള്ളവർ, മെരുക്കമുള്ളവർ. അതുപോലെ മൗക്തിക സ്രജ, മുത്തുമാലകൾ മാല പോലെയായിട്ട് കഴുത്തിൽ ധരിച്ചിട്ടുണ്ട്. പയസ്വിനികളാണ്. നല്ല പോലെ അകിട് വലിപ്പമുള്ള, ധാരാളം ചുരക്കുന്ന, നല്ലോണം പാല് തരുന്നതായിട്ടുള്ള ആ പശുക്കളെയാണ് കൊടുക്കുന്നത്. ഗൃഷ്ടീന, ഗൃഷ്ടി എന്ന് പറഞ്ഞാൽ കടിഞ്ഞൂൽ പ്രസവിച്ചവ, ആദ്യത്തെ പ്രസവം. അപ്പോൾ ഒരുപാട് പ്രസവിച്ച് വൃദ്ധകളായ പശുക്കളെയല്ല, ചാവാലി പശുക്കളെയല്ല ദാനം ചെയ്യുന്നത് ഭഗവാൻ. ആദ്യത്തെ കടിഞ്ഞൂൽ പ്രസവിച്ച പശുക്കളെ, അതാണ് ഗൃഷ്ടി എന്ന് പറയുന്നത്. അതുപോലെ സവത്സാന, പശുക്കുട്ടികൾ ഉള്ള പശുക്കളെയാണ് ദാനം ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ പശുക്കുട്ടികൾ മരിച്ചു പോവുക, നഷ്ടപ്പെട്ടു പോവുക ചെയ്ത അങ്ങനെയുള്ള പശുക്കളെയല്ല ദാനം ചെയ്യുന്നത്. സവത്സാന,
സുവാസസാം, വാസസ് വസ്ത്രം അവയ്ക്ക് മുകളിലൂടെ ധരിച്ച് അലങ്കരിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ രൂപ്യഗുരാഗ്രാണാം, കുരം എന്നാൽ കുളമ്പ്, അപ്പൊ കാലിലെ കുളമ്പിന്റെ അഗ്രഭാഗങ്ങൾ രൂപ്യം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. രൂപ്യം എന്നാൽ വെള്ളി. അപ്പൊ വെള്ളി കൊണ്ടുള്ള അലങ്കാരങ്ങൾ ചാർത്തിയ കുളമ്പോട് കൂടിയതും. അങ്ങനെയുള്ള ധേനൂനാം ബദ്വം ബദ്വം ദിനേ ദിനേ, ദിനേ ദിനേ ദിനം പ്രതി, ഓരോ ദിവസവും ബദ്വം ബദ്വം. ബദ്വം എന്നുള്ളൊരു സംഖ്യയാണ്, സംസ്കൃതത്തിലെ ഒരു സംഖ്യാനാമമാണ് ബദ്വം. ലക്ഷം, കോടി, അയുധം എന്നൊക്കെ പറയും പോലെ ഒരു സംഖ്യയാണ് ബദ്വം. എത്രയാണ്? 1384 എന്നുള്ളൊരു സംഖ്യയാണ്. അപ്പോൾ ആ 1384 പശുക്കളെ ദിനേ ദിനേ എന്ന് പറയുന്നുണ്ട്, ദിവസം തോറും കൊടുത്തിരുന്നു എന്നാ. അപ്പൊ അങ്ങനെ സംഖ്യയില്ലാതോളം പശുക്കളെ നിത്യവും ഭഗവാൻ ദാനം ചെയ്തിരുന്നു. ക്ഷൗമ അജിന തിലൈഹി സഹ. ക്ഷൗമം എന്ന് പറഞ്ഞാൽ പട്ടുവസ്ത്രം, വെളുത്ത വസ്ത്രം. അജിനം എന്ന് പറഞ്ഞാൽ മാൻതോല്. തിലം എന്നാൽ എള്ള്. ഇതൊക്കെ കൂട്ടിയിട്ട് ദാനം ചെയ്യുമ്പോൾ പശുക്കളെ മാത്രമല്ല, ബ്രാഹ്മണർക്ക് മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വസ്ത്രം, മാനിന്റെ തോല്, എള്ള് മുതലായതും അലങ്കൃതേഭ്യ വിപ്രേഭ്യ ദതൗ, നല്ലതുപോലെ യോഗ്യരായിട്ട് അലങ്കരിക്കപ്പെട്ടു വന്നിരിക്കുന്ന ആ ബ്രാഹ്മണർക്കായിക്കൊണ്ട് ദിനം പ്രതി ഈ പറഞ്ഞ സംഖ്യ ബദ്വം ബദ്വം എന്നുള്ള സംഖ്യ ദാനം ചെയ്തു. അപ്പൊ ഭഗവാൻ ദിവസവും ഗോദാനം ചെയ്യുന്നു ബ്രാഹ്മണർക്ക് എന്ന് കണ്ടു. ഗോവിപ്രദേവതാവൃദ്ധ ഗുരൂൻ ഭൂതാനി സർവശഃ നമസ്കൃത്യാത്മസംഭൂതീഃ മംഗളാനി സമസ്പൃശത്. ഗോവിപ്രദേവതാവൃദ്ധ ഗുരൂൻ ഭൂതാനി സർവശഃ നമസ്കൃത്യ ആത്മസംഭൂതീഃ മംഗളാനി സമസ്പൃശത്. അപ്പൊ ഭഗവാൻ ആരെയൊക്കെ നമസ്കരിക്കുന്നു എന്ന് പറയണം. ഗോ, വിപ്ര, ദേവത, വൃദ്ധ, ഗുരുൻ. ഗോക്കളെ നമസ്കരിക്കുന്നു, പശുക്കൾക്ക് നമസ്കാരം. വിപ്രന്മാര്, ബ്രാഹ്മണർക്ക്. ദേവതകൾക്ക് നമസ്കാരം. വൃദ്ധന്മാർക്ക് നമസ്കാരം. ഗുരുക്കന്മാർക്ക് നമസ്കാരം. ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം ഓരോരുത്തരെയും ചെന്ന് കണ്ട് നമസ്കരിക്കുകയാണ് ഇവരെയൊക്കെ. അതുപോലെ ഭൂതാനി സർവശഃ നമസ്കൃത്യ, സകല ഭൂതങ്ങൾക്കും നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ എല്ലാവർക്കും ഒരു നമസ്കാരം. എല്ലാ ദിക്കും നോക്കി, മുകളും താഴെയും നോക്കി പ്രദക്ഷിണം വെച്ച്, ആത്മപ്രദക്ഷിണം വെച്ച് ഒരു നമസ്കാരം ചെയ്താൽ സകല ഭൂതങ്ങൾക്കുള്ള നമസ്കാരം എന്ന് സങ്കല്പിക്കാം. അപ്പൊ അങ്ങനെയുള്ള സകല ഭൂതങ്ങൾക്കും നമസ്കാരങ്ങളെ ചെയ്ത് നമസ്കൃത്യ ആത്മസംഭൂതീഃ മംഗളാനി സമസ്പൃശത്. തന്റെ തന്നെ സംഭൂതികൾ അഥവാ വിഭൂതികളായിരിക്കുന്ന വസ്തുക്കളെ സ്പർശിക്കുന്നു. സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ ദർശിക്കുക എന്നും അർത്ഥമുണ്ട്. അപ്പൊ ചിലതിനെ കാണുന്നു, ചിലതിനെ സ്പർശിക്കുന്നു എന്ന് വെച്ചാൽ രാവിലെ ശകുനം കാണുക, നല്ല ദർശനങ്ങൾ ഉണ്ടായിരിക്കുക എന്നൊക്കെ പൊതുവെ പറയും. രാവിലെ എഴുന്നേറ്റ് നമ്മൾ വിഷുക്കണി കാണുന്ന പോലെ തന്നെ എന്നും വിഷുക്കണിയാണ് ഭഗവാന്. നമ്മൾ വിഷുക്കണി കാണുന്നത് എന്തിനാ? ആ വർഷം മുഴുവൻ നല്ല ദർശനം ഉണ്ടാവാൻ വേണ്ടി. ആ വിഷുവിൽ കണ്ട സർവ്വസമൃദ്ധിയും ഐശ്വര്യവും എന്നും നമുക്ക് കാണപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാപൂർവമാണ് നമ്മൾ വിഷുക്കണി കാണുന്നത്. അതുപോലെ ഇവിടെ ഭഗവാന്റെ പ്രഭാതങ്ങളിൽ ഭഗവാൻ ഇതുപോലെയുള്ള വിശിഷ്ട മംഗളവസ്തുക്കളെ, ആ മംഗളവസ്തുക്കളൊക്കെ ഭഗവാന്റെ വിഭൂതികൾ തന്നെ, ഭഗവാൻ തന്നെ വിഭൂതി യോഗങ്ങളിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വസ്തുക്കൾ തന്നെ. ഇന്നതിൽ ഞാൻ ഇന്നതാണ് എന്ന് പറഞ്ഞ് ഓരോ സമൂഹത്തിലും ശ്രേഷ്ഠമായ വസ്തുക്കളെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വിഭൂതി യോഗം ഗീതയിലും ഏകാദശ സ്കന്ധത്തിൽ ഭാഗവതത്തിലും. അപ്പോ അങ്ങനെയുള്ള തൻ്റെ തന്നെ വിഭൂതികളായ മംഗളവസ്തുക്കളെ ഭഗവാൻ സ്പർശിച്ചു. സമസ്പൃശത്, സ്പർശിക്കുക, സ്പർശിക്കേണ്ടതിനെ സ്പർശിക്കുക, അല്ലാത്തതിനെ ദർശിച്ച് തൊഴുക. ഇതാണ് ഇതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ട് തന്നെയാണ്
രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ പല ക്ഷേത്രങ്ങളിലും ഭഗവാന് തന്നെ കണി കാണാൻ വേണ്ടിയിട്ട് പശുവിനെ കൊണ്ടു നിർത്തി പൂജ മുതലായതൊക്കെ കാണാം. ഭഗവാന് കണ്ണാടി കാണിച്ചു കൊടുക്കുക, ഭഗവാന് എന്താ പറയുക, പശുവിനെ നിർത്തി പൂജിക്കുക, അതുപോലെയുള്ള മംഗള കാര്യങ്ങളെയൊക്കെ ഭഗവാന്റെ മുമ്പിൽ ദർശനം കൊടുക്കുക. നമ്മുടെ തമിഴ് സംസ്കാരപ്രകാരം, ആഗമ വിധിപ്രകാരം ക്ഷേത്രങ്ങളൊക്കെ കുംഭാഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകം കഴിഞ്ഞ് നടയടയ്ക്കും. അവിടെ അലങ്കാരങ്ങളൊക്കെ ചെയ്ത് ഉള്ളിലുള്ളൊരു പൂജയൊക്കെ കഴിഞ്ഞ് നട തുറക്കുന്നത് ഭഗവാന് ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ദശദർശനം എന്ന് പറഞ്ഞിട്ട് ഒരു സമ്പ്രദായമുണ്ട്. കുംഭാഭിഷേകത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങാണ് ദശദർശനം. അപ്പോൾ അതിൽ എന്താ പറയുക, ആദ്യം തന്നെ ഒരു കന്യകയെ ദർശിക്കും, അതുപോലെ സുമംഗലിയായ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ദമ്പതികളെ ദർശിക്കും, ഒരു രാജാവിനെ ദർശിക്കും, ഒരു ബ്രാഹ്മണനെ ദർശിക്കും, അതുപോലെ സന്യാസിയെ ദർശിക്കും, പശുവിനെ ദർശിക്കും. ആദ്യത്തെ ദർശനം പശു തന്നെയാണ്. പശു കുട്ടിയോടുകൂടി വേണം. കുട്ടിയോടുകൂടിയ പശുവിനെ ദർശിക്കും, കുതിരയെ ദർശിക്കും, ആനയെ ദർശിക്കും, കണ്ണാടി ദർശിക്കും. ഇങ്ങനെ ഒരു 10 ഐറ്റംസ് ഉണ്ട്. ദശദർശനം എന്ന് പറയും. നമ്മുടെ പാലക്കാടൻ അഗ്രഹാരങ്ങളിലുള്ള തമിഴ് സംസ്കാരത്തിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കുംഭാഭിഷേകം കഴിയുമ്പോൾ 12 വർഷം കൂടുമ്പോഴുള്ള, നമ്മൾ മലയാള സമ്പ്രദായത്തിൽ കലശം എന്ന് പറയും, നവീകരണ കലശം. അതിന് തമിഴിലുള്ള വാക്കാണ് കുംഭാഭിഷേകം. അപ്പോൾ ആ കുംഭാഭിഷേകം കഴിയുമ്പോൾ ഭഗവാന് ദർശനം ഇതൊക്കെ ആയിരിക്കണം. കണ്ണാടി, പശുവും കിടാവും, ഒരു കന്യക, സുമംഗലികളായ യുവാക്കളായ ദമ്പതികൾ, രാജാവ്, ബ്രാഹ്മണൻ, സന്യാസി, ആന, കുതിര, ഇങ്ങനൊരു 10 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ ഭഗവാന് രാവിലെ എഴുന്നേറ്റ എന്നും വിശേഷ മംഗളവസ്തുക്കൾ ദർശനം. പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ വസ്തുക്കളൊക്കെ ദർശിക്കുന്നു എന്നാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം സ്വയം മംഗളാനി സമസ്പൃശത് എന്ന് പറഞ്ഞു. ആത്മാനം ഭൂഷയാമാസ നരലോക വിഭൂഷണം വാസോഭിർഭൂഷണൈ സ്വീയൈ ദിവ്യസ്രക് അനുലേപനൈ. ആത്മാനം ഭൂഷയാമാസ നരലോക വിഭൂഷണം വാസോഭിർഭൂഷണൈ സ്വീയൈ ദിവ്യസ്രക് അനുലേപനൈ. നരലോക വിഭൂഷണമാത്മാനം വാസോഭിഃ സ്വീയൈഃ ഭൂഷണൈഃ ദിവ്യസ്രക് അനുലേപനൈഃ ഭൂഷയാമാസ. ആത്മാനം തന്നെ തന്നെ ഭൂഷയാമാസ അലങ്കരിച്ചു. എങ്ങനെയുള്ള ആത്മാനം? താൻ തന്നെ ലോകത്തിന് ഭൂഷണമാണ്, അല്ലേ? നരലോക വിഭൂഷണം. സ്വയം നരലോകത്തിന് വിഭൂഷണനായിരിക്കുന്ന തന്നെ ഭഗവാൻ എന്തൊക്കെ കൊണ്ട് ഭൂഷണം ചെയ്തു? വാസോഭിഹി, നല്ല വസ്ത്രങ്ങൾ, പട്ടുവസ്ത്രങ്ങളെ കൊണ്ടും, സ്വീയൈഹി ഭൂഷണൈഹി, തൻ്റെതായ പ്രത്യേക ഭൂഷണങ്ങളുണ്ട്, അല്ലേ? എന്തൊക്കെയാണ്? ആ മറ്റേ കൗസ്തുഭം എന്നുള്ള കണ്ടത്തിൽ ധരിക്കുന്ന പത്മരാഗരത്നം, അതുപോലെ ഭഗവാന്റെ വനമാലാദികൾ, വൈജയന്തിമാല, അതുപോലെ ഭഗവാന്റെ അരഞ്ഞാണം, ഭഗവാന്റെ പാദസരം, ഭഗവാന്റെ കഴുത്തിലുള്ള ഹാരങ്ങൾ, ഭഗവാന്റെ അങ്കദങ്ങൾ, കങ്കണങ്ങൾ, അങ്കുലീയങ്ങൾ, കാഞ്ചി മുതലായ ആഭരണങ്ങൾ, കിരീടം മുതലായത്, ഇതെല്ലാം ഭഗവാന്റേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ആഭരണങ്ങൾ. അതുകൊണ്ടെല്ലാം ഭൂഷണം ചെയ്തു, സ്വയം ഭൂഷണം ചെയ്തു. അതാണ് സ്വീയൈഹി വ ഭൂഷണൈഹി. അതുപോലെ ദിവ്യ സ്രക് അനുലേപനൈഹി, ദിവ്യമായിട്ടുള്ള സ്രക്ക് എന്ന് പറഞ്ഞാൽ മാല, ഭഗവാന്റെ വനമാല തന്നെയാണ്. അപ്പോൾ ദിവ്യസ്രക്ക് അനുലേപനൈഹി, അനുലേപനങ്ങൾ, കുറിക്കൂട്ടുകൾ, ചന്ദനം, കസ്തൂരി മുതലായ കുറിക്കൂട്ടുകളെ കൊണ്ടും സ്വയം ഭൂഷയാമാസ, ഭഗവാൻ തൻ്റെ ശരീരത്തെ അലങ്കരിച്ചു. അത് കഴിഞ്ഞ് അവേക്ഷ്യാജ്യം തഥാദർശം ഗോവൃഷദ്വിജ ദേവതാഃ
കാമാംശ്ച സർവവർണ്ണാനാം പൗരാന്തഃ പുരചാരിണാം പ്രതാപ്യ പ്രകൃതീഃ കാമൈഃ പ്രതോഷ്യ പ്രത്യനന്ദത അവേക്ഷ്യാജ്യം തദാദർശം ഗോവൃഷദ്വിജദേവതാഃ കാമാംശ്ച സർവവർണ്ണാനാം പൗരാന്തഃ പുരചാരിണാം പ്രതാപ്യ പ്രകൃതീഃ കാമൈഃ പ്രതോഷ്യ പ്രത്യനന്ദത അവേക്ഷ്യ ആജ്യം, ആജ്യം അവേക്ഷ്യ. ആജ്യം എന്ന് പറഞ്ഞാൽ നെയ്യ്. രാവിലെ എഴുന്നേറ്റ് പാത്രം നിറച്ച് നെയ്യ് നോക്കുക, ആ നെയ്യിലേക്ക് നോക്കുക. ആ നെയ്യിൽ തൻ്റെ പ്രതിബിംബവും കാണും, ഉരുക്കിയ നെയ്യാണെങ്കിൽ അങ്ങനെ ആ നെയ്യ് കാണുക. അതുപോലെ ആദർശം, തഥാ ആദർശം, ആദർശം കണ്ണാടി. അതുപോലെ ഗോ വൃഷ ദ്വിജ ദേവതാഹ, ഗോക്കൾ പശുക്കൾ, അപ്പോൾ പശുവിനെ കാണണം പുലർകാലത്തിൽ. വൃഷം കാളയെ കാണണം, ദ്വിജ ബ്രാഹ്മണനെ കാണണം, ദേവതാ ഉപാസ്യ ദേവതയെ കാണണം. ഇവരെയൊക്കെ കണ്ടിട്ട്, അപ്പം നെയ്യ്, കണ്ണാടി, പശു, കാള, ബ്രാഹ്മണൻ, ദേവതകൾ, ഇങ്ങനെയുള്ള ദർശനങ്ങളെല്ലാം ചെയ്തിട്ട്, ഇവിടെ ചുരുക്കി പറഞ്ഞു 10. ആന, കുതിര അല്ലെങ്കിൽ രാജാവ്, സന്യാസി, ആ 4 ഒഴിവാക്കി. കന്യക ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടെ. പകരം ആജ്യം വന്നു ദശദർശനത്തിൽ. അപ്പം ഇങ്ങനെ ഇതെല്ലാം അപേക്ഷ്യ സർവവർണ്ണാനാം പൗരാന്തഃ പുരചാരിണാം കാമാൻ പ്രതാപ്യ. സർവവർണ്ണത്തിൽപ്പെട്ടവരും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാരെല്ലാവരും വരും. അങ്ങനെ പൗരന്മാരുണ്ട്, അന്തഃപുരവാസികളും ഉണ്ട്. പൗരന്മാർ പുരത്തിൽ, പട്ടണത്തിൽ മൊത്തത്തിലുള്ളവർ, അന്തഃപുരവാസികൾ അകത്തുള്ളവർ. അപ്പോൾ അകത്തും പുറത്തുമുള്ളവരായിട്ടുള്ള ആളുകളെ, അവരുടെ കാമങ്ങളെ പ്രതാപ്യ, അവരുടെ ആഗ്രഹങ്ങളെയൊക്കെ സാധിച്ചു കൊടുത്തിട്ട്, എന്നുവെച്ചാൽ അവർക്ക് എന്താ വേണ്ടത് വെച്ചാൽ ദാനാദികളൊക്കെ കൊടുത്ത്, പ്രകൃതീഹി പ്രജകളെ, കാമൈഹി പ്രതോഷ്യ അവരുടെ ആഗ്രഹങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട്, പ്രത്യനന്ദത ഭഗവാൻ സ്വയം നന്ദിച്ചു, ആനന്ദിച്ചു. അപ്പോ എല്ലാവർക്കും സന്തോഷിപ്പിക്കാൻ വേണ്ടതായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്ത് താനും സ്വയം സന്തോഷിച്ചു. വാസ്തവത്തിൽ അങ്ങനെ അർഹിക്കുന്നവർക്ക് സമ്മാനങ്ങളൊക്കെ സ്നേഹപൂർവ്വം കൊടുത്തു കഴിയുമ്പോൾ കൊടുക്കുന്ന ആൾക്കാണ് ഏറ്റവും അധികം സന്തോഷം, അല്ലേ? അങ്ങനെ ഭഗവാൻ തന്നെ ഈ കൊടുത്ത് സന്തോഷിച്ചു എന്നർത്ഥം. സന്തോഷപൂർവം എല്ലാവരെയും കൊടുത്ത് സന്തോഷിപ്പിച്ച് താനും സന്തോഷിച്ചു. സംവിഭജ്യാഗ്രതോ വിപ്രാൻ സ്രക്താംബൂലാനുലേപനൈഃ സുഹൃതഃ പ്രകൃതിർദാരാൻ ഉപായുക്ത തതസ്വയം. സംവിഭജ്യാഗ്രതോ വിപ്രാൻ സ്രക്താംബൂലാനുലേപനൈഃ സുഹൃതഃ പ്രകൃതിർദാരാൻ ഉപായുക്ത തതസ്വയം. അപ്പോൾ മംഗളവസ്തുക്കൾ പലതും അവിടെ വന്നുകൂടിയ ആളുകൾക്കൊക്കെ വിതരണം ചെയ്തിട്ട് താനും അനുഭവിച്ചു എന്നാണ്. എന്തൊക്കെയാണ്? അഗ്രതഃ വിപ്രാൻ, ആദ്യം ബ്രാഹ്മണരെയും പിന്നീട് സുഹൃദഃ ബന്ധുക്കളെയും പ്രകൃതീഹി പ്രജകളെയും ധാരാൻ തൻ്റെ ഭാര്യമാരെയും സ്രക്താംബൂല അനുലേപനൈഹി സംവിഭജ്യ. അവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്രക്ക് എന്ന് പറഞ്ഞാൽ മാല, പൂമാലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാവർക്കും മുറിച്ച് മുറിച്ച് കഷ്ണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ദാനം ചെയ്തു. താമ്പൂലം, എല്ലാവർക്കും താമ്പൂല ദാനം ചെയ്തു. അനുലേപനം, പലതരത്തിലുള്ള ചന്ദനം മുതലായ ലേപനങ്ങൾ അവർക്ക് വിതരണം ചെയ്തു. അങ്ങനെ സംവിഭജ്യ, വന്നവർക്കൊക്കെ എല്ലാം വിഭജിച്ചു കൊടുത്ത് തതഃ സ്വയം ഉപായുക്ത, അനന്തരം താൻ ഉപയോഗിച്ചു. അപ്പോൾ താൻ താമ്പൂലം മുറുക്കുന്നത് മറ്റുള്ളവർക്ക് താമ്പൂലം കൊടുത്ത ശേഷം താൻ മാലാദികൾ ധരിക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുത്ത്, അതുപോലെ താൻ ചന്ദനാദികൾ ലേപനം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് കൊടുത്ത്, ഇങ്ങനെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയ ശേഷമേ ഒരു ഗൃഹസ്ഥൻ അവയെല്ലാം ഉപയോഗിക്കാവൂ എന്നുള്ള തത്വം ലോകത്തിന് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്.
എല്ലാം ഗൃഹസ്ഥന്മാരുടെ ധർമ്മമാണ്. വേണ്ടപ്പെട്ടവരൊക്കെ വന്നു നിൽക്കുമ്പോൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും മറ്റുള്ളവരെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്ത് തൻ്റെ ഓരോ ദിവസവും അങ്ങനെ സന്തോഷപ്രദം ധന്യമാക്കണം ഓരോ ഗൃഹസ്ഥന്മാരും എന്ന് ഭഗവാൻ കാണിച്ചു തരികയാണ്. ഇപ്പോൾ ഗൃഹസ്ഥന്മാരൊന്നും എവിടെയും ഒന്നും കൊടുക്കാതായതോട് കൂടിയിട്ടാണ് അല്ലേ ഞങ്ങൾക്കൊന്നും ഇരിക്കപ്പൊറുതിയില്ല. എല്ലാവരും ഇപ്പോൾ ഏത് സഹായത്തിനും ആശ്രമങ്ങളിലാണ് വരുന്നത്. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു 3-4 പേരോട് മറുപടി പറഞ്ഞും എന്തെങ്കിലുമൊക്കെ കൊടുത്തും ഒക്കെ ആയിട്ട് സമയം കുറേ പോയി. പല ആവശ്യങ്ങളായിട്ട് വരുന്ന ആൾക്കാരാണ്. ചിലർ ഫോണിലൂടെ വിളിച്ചിട്ടാണ് പല പ്രാവശ്യം, പലപ്പോഴും കൊടുത്തു കഴിഞ്ഞവരാണ്, പലതവണ കൊടുത്തു കഴിഞ്ഞവർ വീണ്ടും 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 നമ്മളെ ചൂഷണം ചെയ്യും പോലെ തന്നെ വേറെ ആരൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് അവരുടെയും ഗതികേട് കൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മുടെ അടുത്തേക്ക് തന്നെ വരണത്. കോഴിക്കോട്ടു നിന്നൊക്കെ അന്വേഷിച്ച് വരികയാണ്, പാലക്കാട് ജില്ലയുടെ എല്ലാ മൂലയിൽ നിന്നും അന്വേഷിച്ച് വരികയാണ്. ആരാണാവോ ഇവർക്കൊക്കെ ഇങ്ങടേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. എല്ലാവരും ഇവിടേക്കാ വഴി ചൂണ്ടി കൊടുക്കുന്നത്. അതോ ഇവിടെ എത്തിപ്പെടണമെങ്കിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്, എളുപ്പത്തിലൊന്നും വരാൻ പറ്റുന്ന സ്ഥലമല്ല. എന്നിട്ടും ആളുകൾ നടന്നും പിടിച്ചും എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ടും വരുന്നു. അപ്പോൾ പിന്നെ വെറുതെ അയക്കാൻ പറ്റുമോ ഇത്രയൊക്കെ ദൂരം കഷ്ടപ്പെട്ട് വരുമ്പോൾ? അപ്പോൾ എന്തുകൊണ്ടാണത് അങ്ങനെ വരണത്? ആശ്രമങ്ങളിലേക്ക് വരുന്നത്, സന്യാസിമാരുടെ അടുത്തേക്ക് ദാനത്തിൽ വരുന്നത്. സന്യാസിമാരുടെ പണിയല്ല ദാനം കൊടുക്കൽ, ഗൃഹസ്ഥന്മാരുടെ പണിയാണ്. അപ്പോൾ എവിടെയും പോയാൽ ഗൃഹസ്ഥന്മാർ കൊടുക്കാതെയായി അടുത്ത വീടുകളിൽ പോലും പരിചയമുള്ളവർ പോലും കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ പരിഹസിക്കുകയും നിന്ദിക്കുകയും ആട്ടിവിടുകയും ചെയ്യല്ലാതെ ഒരു കരുതലോടെ ഒരു വാക്ക് പറയുകയോ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നത് കുറഞ്ഞു വന്നു. സ്വന്തം കാര്യം സിന്ദാബാദായി. ധനികന്മാരൊന്നും അല്ലേ ഗേറ്റൊക്കെ നല്ലോണം ബന്ധിച്ച് നായയും അഴിച്ചുവിട്ട് ആര് വന്നാലും ശ്രദ്ധിക്കാത്ത ഒരവസ്ഥയാണെന്ന് കാണുന്നത്. അതാണ് നമ്മുടെ എന്താ പറയുക സമൂഹത്തിൻ്റെ, ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു വല്ലാത്തൊരു ദുരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ധനികന്മാർ വീണ്ടും വീണ്ടും ധനികന്മാരായിക്കൊണ്ടേയിരിക്കുന്നു. ദരിദ്രന്മാർ വീണ്ടും വീണ്ടും പടുകുഴിയിലേക്ക്, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് പതിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ഭാഗത്തും ദോഷങ്ങളുണ്ട്. പണിയെടുക്കാൻ പോകാനുള്ള മടിയുള്ളതുണ്ട്. അല്പം എന്തെങ്കിലും അസുഖം വരുമ്പോഴേക്ക് ആ പേരും പറഞ്ഞ് ജോലിക്ക് പോകാതിരിക്കുക. വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് കാവലിരിക്കുക എന്നുള്ള വ്യാജേന എല്ലാവരും അതിൻ്റെ ചുറ്റുമിരിക്കുക. ആർക്കെങ്കിലും ഒരാളെങ്കിലും പോയി സമ്പാദിച്ചിട്ട് വന്ന് ബാക്കിയുള്ളവർ കാവലിരുന്നാലും മതി. ഭാര്യയ്ക്ക് സുഖമില്ലെങ്കിൽ ഭർത്താവ് സമ്പാദിക്കാൻ പോകാം, അമ്മയ്ക്കും അച്ഛനും ഭാര്യയ്ക്ക് കാവലിരിക്കാം. ഇതങ്ങനെയല്ല, കുടുംബത്തോടെ അങ്ങനെ തന്നെ മടിയന്മാരായിരിക്കുക. ഇങ്ങനെ പല ദോഷങ്ങളുമുണ്ട്. മദ്യപാനം മുതലായിട്ടുള്ള ദോഷങ്ങളുണ്ട്. മക്കളുണ്ടായിട്ട് അവർക്ക് നല്ല വരുമാനം ഉണ്ടായിട്ട് തിരിഞ്ഞു നോക്കാത്ത ദോഷങ്ങളുണ്ട്. അച്ഛനമ്മമാർ വൃദ്ധരായി വയസ്സരായി അവരുടെ ജീവിതം മക്കൾക്ക് വേണ്ടി എല്ലാം കൊടുത്ത് മക്കൾ നല്ല നിലയിലായി കല്യാണം കഴിച്ചപ്പോൾ മരുമക്കൾ വന്നപ്പോൾ അമ്മയും അച്ഛനെയും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലായി. അതുകൊണ്ട് അവർ ഗതികെട്ട് വല്ലയിടത്തും പോയി അന്വേഷിക്കേണ്ടി വരുന്നു. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ പല പ്രശ്നങ്ങളുണ്ട്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഈ പറഞ്ഞ എന്താ പറയുക, കൊടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അവിടേക്ക് ഓടിക്കൂടുക എന്നുള്ളൊരു സ്വഭാവം ഈ സമൂഹത്തിലുണ്ട്. അതിനെ ഭയപ്പെടുന്നുണ്ട് എല്ലാവരും, അല്ലേ? നമ്മൾ കൊടുക്കണു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പലരും വരും, അപ്പം നമുക്ക് കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? കൊടുക്കുന്നത് അറിയാതെ കൊടുക്കണം. കൊടുത്തവരോട് പ്രത്യേകം പറയണം, ഇവിടുന്ന് എന്തെങ്കിലും തന്നൂന്നോ സഹായിച്ചൂന്നോ ആരോടും പറയരുത്. ഇനി ഒരാൾ
നിങ്ങളുടെ പേരും പറഞ്ഞ് നിങ്ങളുടെ കെയർ ഓഫിൽ ഇവിടേക്ക് വരരുത് എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. അതല്ലെങ്കിൽ ഒരു ഭാഗത്ത് കൊടുക്കുന്നുണ്ട്, ഇത്തിരി ഒരു സോഫ്റ്റാണ് ആളുകൾ, അവരെ ചെന്നാൽ ആട്ടിവിടില്ല, നല്ല വാക്ക് പറയും, എന്തെങ്കിലും കൊടുക്കും എന്നുള്ളൊരു എന്താ പറയുക, വീണ മരം ആണെങ്കിൽ എല്ലാവരും ഓടിക്കേറുക എന്നുള്ള ശീലം ഈ ലോകത്തുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ പോലും കുറച്ച് കഴിയുമ്പോൾ എന്താവും, ഇത് സഹിക്കാൻ പറ്റാതാവുമ്പോൾ കുറച്ച് കഠിന ഹൃദയരാവേണ്ടി വരും, കുറച്ച് കടുത്ത വാക്കുകളൊക്കെ പറയേണ്ടി വരും. അതിനിടവയ്ക്കാതിരിക്കട്ടെ. ചൂഷണം ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവരെ അകറ്റാൻ നമുക്ക് വല്ലതും കടുത്ത് പറഞ്ഞേ മതിയാവൂ. നമ്മുടെ സ്വഭാവത്തിലുള്ളതല്ല, പക്ഷെ നിവൃത്തികേട് കൊണ്ട് പലരും പറഞ്ഞു പോകും. ഇതൊക്കെയാണ് ലോകത്ത് നടക്കുന്നത്. അതുകൊണ്ട് ജാഗ്രതയോടെ നമ്മുടെ ധർമ്മമാണ്, സനാതന ധർമ്മമാണ്, കഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുക. ശ്രദ്ധയാദേയം അശ്രദ്ധയാ അതേയം, ശ്രിയാദേയം ഹ്രിയാദേയം, ഭിയാദേയം സംവിദാദേയം എന്നിങ്ങനെ നമ്മുടെ വേദം പറഞ്ഞിരിക്കുന്നു. നമ്മുടെ പൂർവീകരായിട്ടുള്ള മഹാത്മാക്കൾ സ്വന്തം പ്രാണനെ പോലും ദാനം ചെയ്ത് കാണിച്ചു തന്നിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സംസ്കാരമാണ്. നമ്മുടെ കുട്ടികൾക്കും ആ സംസ്കാരം ഉണ്ടാവണം എന്നുള്ള ആ ഒരു ഇതോടുകൂടെ നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കുക. പണ്ടൊക്കെ വീട്ടിലേക്ക് സഹായം അഭ്യർത്ഥിച്ച് വരുന്ന ഭിക്ഷക്കാരെയും മറ്റുമൊക്കെ ധർമ്മക്കാർ വരിക എന്നാണ് നമ്മുടെയൊക്കെ മുത്തശ്ശിമാർ പറഞ്ഞിരുന്നത്. അവർക്ക് ധർമ്മം കൊടുക്കൂ എന്നാ പറയുക. ഭിക്ഷ കൊടുക്കൂ എന്ന് കൂടിയല്ല, ധർമ്മം കൊടുക്കൂ എന്നാ പറയുക. ധർമ്മം കൊടുക്കാനുള്ളതല്ല, ധർമ്മം അനുഷ്ഠിക്കാനുള്ളതാണ്. എങ്കിലും പറഞ്ഞു വന്നത് ആ ഒരു വാചകമാണ് ഉപയോഗിക്കുക. ധർമ്മം കൊടുക്കുക, എന്തെങ്കിലും സഹായം കൊടുക്കുന്നതിന് ധർമ്മം കൊടുക്കുക എന്നാ പറയുക. അപ്പോൾ അത് എല്ലാവർക്കും ബാധകമാണ്. ഭഗവാൻ കൃഷ്ണൻ ആ സനാതനധർമ്മത്തെ അനുഷ്ഠിച്ച് കാണിച്ചു തരുന്നു. അപ്പോൾ ആദ്യം ബ്രാഹ്മണർക്ക് അഗ്രതഃ വിപ്രാൻ, പിന്നെ ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക്, പിന്നെ പ്രജകൾക്ക്, ഭാര്യമാർക്ക് എല്ലാം സ്രക്ക്, താമ്പൂലം, അനുലേപനം മുതലായത് സംവിഭജ്യ തതഃ സ്വയം ഉപായുക്ത, പിന്നീട് സ്വയം ഉപയോഗിക്കുന്നു. താവത് സൂത ഉപാനീയ സ്യന്ദനം പരമാദ്ഭുതം സുഗ്രീവാദ്യൈർഹയൈർയുക്തം പ്രണമ്യാവസ്ഥിതോഗ്രതഃ. താവൽ സൂത ഉപാനീയ സ്യന്ദനം പരമാദ്ഭുതം സുഗ്രീവാദ്യൈർഹയൈർയുക്തം പ്രണമ്യാവസ്ഥിതോഗ്രതഃ. അങ്ങനെ ഗൃഹത്തിലുള്ള മുഖ്യകർമ്മങ്ങൾ, നിത്യകർമ്മങ്ങളെല്ലാം കഴിച്ചു കഴിയുമ്പോൾ ഭഗവാനെ സഭയിലേക്ക് കൊണ്ടുപോകാനായിക്കൊണ്ട് രഥം വരും. സാരഥി രഥത്തെ കൊണ്ടുവരും. അതാണ് അവിടെ താവത്, അപ്പോഴേക്കും സൂതഃ, സൂതഃ സാരഥി, പരമാത്ഭുതം സ്യന്ദനം ഉപാനീയ, പരമാത്ഭുതമായിട്ടുള്ള സ്യന്ദനത്തെ, രഥത്തെ കൊണ്ടുവന്നിട്ട്, അതെങ്ങനെയുള്ള രഥം? സുഗ്രീവാദ്യൈഹി ഹയൈർയുക്തം, ആ സ്യന്ദനം ഹയങ്ങളാൽ യുക്തം, കുതിരകളാൽ കെട്ടപ്പെട്ടത്. ആ കുതിരകളുടെ പേര് സൂചിപ്പിച്ചതാണ് സുഗ്രീവാദ്യൈഹി, സുഗ്രീവൻ മുതലായ കുതിരകളാൽ ബന്ധിക്കപ്പെട്ടത്. അപ്പൊ സുഗ്രീവൻ, ശൈബ്യൻ, മേഘപുഷ്പൻ, വലാഹകൻ, ഇത് ഭഗവാന്റെ കുതിരകൾ, 4 കുതിരകളാണ്. ശൈബ്യൻ, സുഗ്രീവൻ, മേഘപുഷ്പൻ, വലാഹകൻ, ഈ 4 കുതിരകളെ പൂട്ടിയ പരമാത്ഭുതമായ തേരാണ് സൂതൻ തയ്യാറാക്കി രാവിലെ കൊണ്ടുവരിക, അല്ലേ? അതിനെ പരിശുദ്ധമാക്കി കുതിരകളെയൊക്കെ കഴുകി അവർക്കും വേണ്ട ഭക്ഷണമൊക്കെ കൊടുത്ത് അലങ്കരിച്ച് അവരെ നല്ല ഉന്മേഷവാന്മാരാക്കി രഥത്തിലും നല്ല വിരിപ്പൊക്കെ വിരിച്ച് ആഭരണങ്ങളൊക്കെ അല്ലെങ്കിൽ മാലകളൊക്കെ ചാർത്തി, തോരണങ്ങൾ ചാർത്തി മനോഹരമാക്കിയിട്ട് ആ സാരഥി വന്ന് ഭഗവാന്റെ മുമ്പിൽ തൊഴുകയുമായിട്ട് നിൽക്കും.
അപ്പോൾ അതിനുശേഷം ഗൃഹീത്വാ പാണിനാ പാണി സാരദേസ്തം അഗാരുഹത് സാത്യക്യുദ്ധവ സംയുക്തഃ പൂർവാദ്രിമിവ ഭാസ്കരഃ. ഗൃഹീത്വാ പാണിനാ പാണി സാരദേ തം അഗാരുഹത് സാത്യക്യുദ്ധവ സംയുക്തഃ പൂർവാദ്രിമിവ ഭാസ്കരഃ. സാരഥേഹ പാണീ പാണിനാ ഗൃഹീത്വ. സാരഥിയുടെ പാണി ദീർഘമുണ്ട്, അപ്പൊ രണ്ട് പാണികളെ. അപ്പൊ സാരഥി തൊഴുതു നിൽക്കുമ്പോൾ ആ തൊഴുതു നിൽക്കുന്ന രണ്ട് കൈകളെയും ഭഗവാൻ തന്റെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിക്കും. ഭഗവാന്റെ പാണിന എന്നാ പറഞ്ഞ ഏകവചനം. സാരഥിയുടെ പാണി എന്ന് പറഞ്ഞു രണ്ട് പാണികൾ. അപ്പൊ രണ്ട് പാണികളെ അഞ്ജലി കൂപ്പി നിൽക്കുന്നവനെ ഭഗവാൻ കൈപിടിച്ച് പാണി പാണിന ഗൃഹീത്വ അത് അനന്തരം സാത്യകി ഉദ്ധവ സംയുക്ത. സാത്യകി ഉദ്ധവൻ മുതലായത് ഭഗവാന്റെ സന്തത സഹചാരികളാണ്. സാത്യകി ഭഗവാന്റെ ബോഡി ഗാർഡ്, ഉദ്ധവൻ ഭഗവാന്റെ ഉപദേഷ്ടാവ്, മന്ത്രി. രണ്ടുപേർക്കും ഭഗവാനെ സേവിക്കാൻ ഭഗവാൻ അവസരം കൊടുത്തിരിക്കുകയാണ്. അല്ലാതെ ഭഗവാന് ഉപദേശങ്ങളുടെയും ആവശ്യമില്ല, ബോഡി ഗാർഡിന്റെയും ആവശ്യമില്ല. ഉണ്ടോ? ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്ന ഭഗവാൻ എന്തിനാ ബോഡി ഗാർഡ്? പക്ഷെ അത് ഉഗ്രസേന രാജാവ് നിയോഗിച്ചിട്ടുള്ളതാണ് സാത്വികി ഭഗവാനെ പ്രത്യേകം എപ്പോഴും കൂടെ നടക്കാനായിട്ട്. അപ്പൊ എന്തായാലും ആ സാത്വികിയും ഉദ്ധവനോടും കൂടെ ഉദ്ധവ സംയുക്ത. ഭഗവാൻ ആ രഥത്തിൽ കയറുന്നത് ഏതുപോലെ? പൂർവാദ്രിം ഇവ ഭാസ്കര. ഭാസ്കരൻ പൂർവാദ്രിയിലേക്ക് കയറും പോലെ. പൂർവാദ്രി എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗത്ത് ഉദയപർവ്വതം എന്നുള്ളൊരു പർവ്വതമുണ്ട്, പടിഞ്ഞാറ് അസ്തമയ പർവ്വതം എന്നൊരു പർവ്വതമുണ്ട്. അപ്പൊ ആ ഉദയഗിരിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചുയരും പോലെ. ഉദയഗിരി തന്നെ സൂര്യപ്രകാശത്താൽ ശോഭിക്കുന്നുണ്ടാവും. ആ ഉദയഗിരിയുടെ മുകളിലേക്ക് സൂര്യൻ കൂടി വരുന്നതോടുകൂടി ഒരു ഒന്നൊന്നര കാഴ്ചയാണ്. അപ്പൊ അതുപോലെയാണ് ഇവിടെ രഥം സ്വയം നല്ല ശോഭയുള്ളതാണ്. അതിലേക്ക് സൂര്യനെ പോലെ ഭഗവാൻ കയറുകയാണ്. രാവിലെ ആയതുകൊണ്ട് കയറുന്നതായതുകൊണ്ടും ഉദയഗിരിയിലേക്ക് സൂര്യൻ കയറും പോലെ എന്ന് ഉപമിച്ചിരിക്കണം. വൈകുന്നേരം വന്ന് ഇറങ്ങുകയാണെങ്കിലോ അസ്തമയഗിരിയിൽ നിന്ന് സൂര്യൻ ഇറങ്ങും പോലെ എന്നാവും അല്ലേ? എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഉപമ. പൂർവാദ്രിമിവ ഭാസ്കര. ഉദയപർവ്വതം പോലെ അത്യുന്നതമായ രഥത്തിലേക്ക് സൂര്യനെ പോലെ തേജസ്വിയായ ഭഗവാൻ കയറുന്നു. ഈക്ഷിതോന്തഃ പുരസ്ത്രീണാം സവ്രീഡ പ്രേമ വീക്ഷിതൈഃ കൃത്സ്രാദ് വിസൃഷ്ടോ നിരഗാദ് ജാതഃ സോഹരൻ മനഃ. ഈക്ഷിതോന്തഃ പുരസ്ത്രീണാം സവ്രീഡ പ്രേമ വീക്ഷിതൈഃ കൃത്സ്രാദ് വിസൃഷ്ടോ നിരഗാദ് ജാതഃ സോഹരൻ മനഃ. അപ്പോൾ ഭഗവാൻ യാത്രയാകുമ്പോൾ അവിടെയുള്ള അന്തഃപുരത്തിലെ സ്ത്രീകളെല്ലാം ഭഗവാനെ യാത്രയാക്കുകയാണ്. അതാണ് അന്തഃപുര സ്ത്രീണാം. അന്തഃപുര സ്ത്രീകളുടെ സവ്രീഡ പ്രേമ വീക്ഷിതൈഃ. വ്രീഡ അഥവാ ലജ്ജയോടും പ്രേമത്തോടും കൂടിയ നോട്ടങ്ങളെ കൊണ്ട് ഈക്ഷിതഃ ഈക്ഷിക്കപ്പെട്ടവനായി, കൃത്സ്രാദ് വിസൃഷ്ടഃ എല്ലാവരും വളരെ പ്രയാസപ്പെട്ടാണ് ഭഗവാനെ പറഞ്ഞയക്കുന്നത്. പക്ഷെ ഭഗവാനോ ജാതഹാസഹ പുഞ്ചിരി തൂങ്ങുന്നവനായിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് മനഃഹരന് നിരകാത് അവരുടെ ഹരിച്ചുകൊണ്ട് നിർഗമിച്ചു. പോകുന്ന പോക്കില് അവിടെയുള്ള അന്തഃപുരത്തിലെ സ്ത്രീകളുടെ എല്ലാവരുടെയും മനസ്സിനെ ഭഗവാൻ കൊണ്ടുപോവുകയാണെന്ന് വെച്ചാലോ അവരുടെ മനസ്സ് ഭഗവാന്റെ പുറകെയാണ് എന്നർത്ഥം. അവരുടെ മനസ്സ് പിന്നെ അവരുടെ കയ്യിലല്ല, അവർ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് അവരുടെ മനസ്സ് ഭഗവാന്റെ പുറകെ പോകുന്നു. അപ്പൊ അങ്ങനെ എല്ലാ സ്ത്രീകളുടെയും മനസ്സിനെ ഹരിച്ചുകൊണ്ട് ഭഗവാൻ പോവുകയാണ്. ഇവിടെ നമുക്കൊരു സംശയം ഉണ്ടാവാം. 16,008 വീടുകൾ, ഗൃഹങ്ങളുണ്ട്, 16,008 കൃഷ്ണന്മാരുണ്ട്. ഈ 16,008 പേരും ഒരേ സമയം പുറത്തേക്ക് പോവുകയാണോ
അപ്പോൾ ഒരു വലിയൊരു ഘോഷയാത്രയായിരിക്കുമല്ലോ എന്നാണെങ്കിൽ 16,008 ഗൃഹങ്ങളും 16,008 ഭാര്യമാരും ഉണ്ടെങ്കിലും അവിടുന്നൊക്കെ കൃഷ്ണൻ ഒരേ സമയത്ത് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ അവിടുന്ന് പോകുമ്പോൾ ഒരു കൃഷ്ണനെ ഉണ്ടാവുള്ളൂ. അതാണ് ഭഗവാന്റെ മായ. എല്ലാവരുടെ മുമ്പിലും ആ രഥം വന്ന് നിൽക്കുന്നതും കൃഷ്ണൻ കയറുന്നതുമായിട്ട് തോന്നലുണ്ടാവും. പക്ഷേ എല്ലാം കൂടി സമന്വയിച്ച് ഒരു രഥത്തിൽ ഒരു കൃഷ്ണൻ സഭയിലേക്ക് പോകുന്നത്. സഭയിൽ വന്ന് കയറുമ്പോൾ ഒരു കൃഷ്ണനേ ഉള്ളൂ, പോകുമ്പോൾ വഴിയിലും ഒരു കൃഷ്ണനേ ഉള്ളൂ. അപ്പോൾ ഓരോ ഗൃഹത്തിലും കൃഷ്ണനുണ്ടോ, ശേഷിക്കുന്നുണ്ടോ? ഒരു കൃഷ്ണൻ സഭയിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി 16,007 കൃഷ്ണന്മാര് അതാത് ഗൃഹങ്ങളിലുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട. ആ 16,007 ഒന്നും 16,008 പേര് ഒരേ സമയം പുറത്തിറങ്ങി ഒന്നായി തീർന്ന് സഭയിലേക്ക് പോവുകയാണ്. അത് ഭഗവാന്റെ അത്ഭുതമായിട്ടുള്ള മായയാണ്. എങ്ങനെയാണോ ആ ലക്ഷ്മണയല്ല നാഗ്നജിതിയെ വിവാഹം കഴിക്കാൻ ഭഗവാൻ നിമിഷ നേരം കൊണ്ട് 7 ശരീരമെടുത്തു. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും 7 ശരീരം കൊണ്ട് 7 കാളകളെ ബന്ധിച്ചു. ഒറ്റയടിക്ക് ഒറ്റ ശരീരമായി മാറി. 7 കാളകളെയും മൂക്ക് കയറിട്ട് ബന്ധിച്ച് വലിച്ചുകൊണ്ട് നടക്കുന്ന ഒറ്റ കൃഷ്ണനായി മാറി. അതേപോലെ ബ്രഹ്മമോഹന ലീലയില് ഒരേ സമയം എല്ലാമായി തീർന്നതും ഭഗവാൻ, അതേസമയം ബ്രഹ്മാവിനെ പരീക്ഷിക്കുന്ന ആ അവസാനം എല്ലാം മറച്ച് എല്ലാം തന്നിലേക്ക് ലയിപ്പിച്ചു. ഏകനായി വാമഹസ്തത്തിൽ കപളപാണിയായി ആ പണ്ടത്തെ ഒരു കൊല്ലം മുമ്പ് എങ്ങനെയാണോ ഭഗവാൻ പശുക്കുട്ടികളെ അന്വേഷിച്ചുകൊണ്ട് നടന്നത്, ഗോപന്മാരെ അന്വേഷിച്ച് നടന്നത്, അതുപോലെ ഏകനായി അലഞ്ഞു തിരിയുന്ന കൃഷ്ണനെ ബ്രഹ്മദേവൻ കണ്ട് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാമായി തീർന്ന ഭഗവാൻ എല്ലാറ്റിനെയും തന്നിലേക്ക് തന്നെ ലയിപ്പിച്ചു, എല്ലാം സംഗ്രഹിച്ചു. സൂര്യൻ തൻ്റെ കിരണങ്ങളെ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കും പോലെ, അതുപോലെ ആയിരിക്കും ദിവസവും ഇവിടെ ഭഗവാന്റെ ഗൃഹത്തിൽ നിന്നുള്ള എഴുന്നള്ളത്ത്. ഒരു കൃഷ്ണൻ ഒരു രഥത്തിൽ സഭയിലേക്ക് പോകുന്നു. ബാക്കി കൃഷ്ണന്മാരെല്ലാം ഈ കൃഷ്ണനിൽ ലയിച്ചിരിക്കുന്നു. അവിടെ ബാക്കി 16,007 കൃഷ്ണന്മാര് ഗൃഹത്തിൽ ഉണ്ടാവുകയില്ല. എല്ലാവർക്കും ഭർത്താവ് പോയിരിക്കുക. കൃഷ്ണൻ എവിടെയാ ചോദിച്ചാൽ ഇപ്പോൾ സഭയിലുണ്ട്, സഭയിലേക്ക് പോയിരിക്കുക എന്ന് എല്ലാവരും മറുപടി പറയുള്ളൂ ഒരേപോലെ. അപ്പോൾ ഈ രീതിയിൽ ഭഗവാന്റെ അത്ഭുതമായിട്ടുള്ള ഒരു നാടകമായിട്ട് ഇതിനെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഭഗവാൻ പോകുമ്പോൾ ലജ്ജയോടെ പ്രേമത്തോടെ നോക്കി നിൽക്കുന്നു. ഭഗവാനെ പോകാൻ അയക്കാൻ മനസ്സില്ല. കൃത്സ്രാദ് വിശിഷ്ട, ക്ലേശത്തോടെ പ്രയാസത്തോടെ അഥവാ പറഞ്ഞയക്കപ്പെട്ടവനായിട്ട്. എന്നാൽ ഭഗവാൻ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മയക്കിക്കൊണ്ട് അവരുടെയൊക്കെ മനസ്സിനെ ഹരിച്ചുകൊണ്ട് പോവുകയാണ്. നിരകാത് സുധർമാത്യാം സഭാം സർവൈഃ വൃഷ്ണിഭിഃ പരിവാരിതഃ പ്രാവിശത്യന്നിവിഷ്ടാനാം ന സന്ധ്യംഗ ഷഡൂർമയഃ. സുധർമാക്യാം സഭാം സർവൈഃ വൃഷ്ണിഭിഃ പരിവാരിതഃ പ്രാവിശത്യന്നിവിഷ്ടാനാം ന സന്ധ്യംഗ ഷഡൂർമയഃ. സർവൈഃ വൃഷ്ണിഭിഃ പരിവാരിതഃ. ഭഗവാൻ സഭയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാ വൃഷ്ണി പ്രമുഖരായിട്ടുള്ള എല്ലാവരും അവിടെ അവരവരുടെ സ്ഥാനങ്ങളിൽ വന്നിട്ടുണ്ട്. അവരാലെല്ലാം ചുറ്റപ്പെട്ടവനായിട്ട്, അതാണ് പരിവാരിത. സുധർമാക്യാം സഭാം പ്രാവിശത്ത്. സുധർമ്മ എന്ന പേരുള്ള ദേവലോകത്തിലുണ്ടായിരുന്ന സഭ ഇപ്പോൾ ദ്വാരകയിലാണ്. ആ സഭയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. അപ്പോൾ ഭഗവാൻ പ്രവേശിക്കുന്നത് വരെ കാത്തു നിൽക്കുന്ന കുറെ പേരുണ്ടാവും.
ഭഗവാൻ വരട്ടെ, നമുക്ക് ഒന്നിച്ചു പോകാം, ഭഗവാൻ അകമ്പടിയായിട്ട് പോകാം എന്ന് കരുതി നിൽക്കുന്ന ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ട് ഭഗവാൻ അകത്തേക്ക് സഭയിലേക്ക് പ്രവേശിച്ചു. ഹേ അംഗ, അല്ലയോ രാജാവേ, പരീക്ഷിത്ത് രാജാവേ, കേൾക്കൂ. എന്നിവിഷ്ടാനാം ഷഡൂർമയ ന സന്ധി. എന്നിവിഷ്ടാനം, യാതൊന്നിൽ നിവേശിച്ചവർക്ക്, പ്രവേശിച്ചവർക്ക്, ഏതൊരു സുധർമ്മയിൽ പ്രവേശിച്ചവർക്ക്, ഷഡ് ഊർമികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മങ്ങൾ, പ്രാണധർമ്മങ്ങളായ വിശപ്പ്, ദാഹം, മനസ്സിന്റെ ധർമ്മങ്ങളായ ശോകമോഹങ്ങൾ, ശരീരധർമ്മങ്ങളായ ജരാമരണങ്ങൾ, ഇതിനെ ഷഡൂർമികൾ എന്ന് വിളിക്കാം. പ്രാണധർമ്മങ്ങളാണ് വിശപ്പ്, ദാഹം. മനോധർമ്മങ്ങളാണ് സുഖദുഃഖങ്ങൾ, ശോകമോഹങ്ങൾ. അതുപോലെ ശരീരധർമ്മങ്ങളാണ് ജരാമരണങ്ങൾ. ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും അവിടെ ബാധിക്കില്ല, ഇവിടെ ഈ സുധർമ്മയിൽ ബാധിക്കുകയില്ല എന്ന് താല്പര്യം. അപ്പൊ അങ്ങനെയുള്ള സുധർമ്മയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. തത്രോപവിഷ്ടഃ പരമാസനേ വിഭുഃ ബഭൗ സ്വഭാസാ കകുഭോവഭാസയൻ വൃതോ നൃസിംഹൈര്യദുഭിര്യദുത്തമോ യദോടുരാജോ ദിവി താരകാഗണൈഃ. തത്രോപവിഷ്ടഃ പരമാസനേ വിഭുഃ ബഭൗ സ്വഭാസാ കകുഭോവഭാസയൻ വൃതോ നൃസിംഹൈര്യദുഭിര്യദുത്തമോ യഥോടുരാജോ ദിവി താരകാഗണൈഃ. അവിടെ ആ സഭയിൽ തത്ര പരമാസനേ ഉപവിഷ്ടഃ, ഭഗവാന് വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ശ്രേഷ്ഠമായ ആസനമുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ ആസനം രാജാവായ ഉഗ്രസേനനുള്ളതാണ്. അതിൻ്റെ ഇടതും വലതുമായിട്ട് അവിടെയുള്ള യാദവ പ്രമുഖന്മാർക്കൊക്കെ ആസനങ്ങളുണ്ട്. അതിലേറ്റവും വിശേഷപ്പെട്ടത് തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമസ്വാമിക്കും ഒക്കെ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള പരമാസനേ ഉപവിഷ്ടഃ, ശ്രേഷ്ഠമായ ആസനത്തിൽ പ്രവേശിച്ചവനായി, ഇരുന്നവനായി, സ്വഭാസാ കകുബഹ അവഭാസയൻ, തൻ്റെ ശരീരകാന്തി കൊണ്ട് ദിക്കുകളെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട്, എല്ലാവരുടെ ദൃഷ്ടിയും ഇപ്പൊ കൃഷ്ണന്റെ നേരെയായിരിക്കും. അങ്ങനെ നൃസിംഹൈഹി യദുഭിഹി വൃതഃ, നരശ്രേഷ്ഠന്മാരായ സിംഹപരാക്രമികളായ യാദവന്മാരാൽ ചുറ്റപ്പെട്ടവനായിട്ടുള്ള യദൂത്തമഃ വിഭുഃ, യദൂത്തമൻ, യാദവന്മാരിൽ ഉത്തമനായ സർവശക്തനായ ഭഗവാൻ, ദിവി താരകാഗണൈഹി വൃതഃ ഉടുരാജഃ യഥാ ഭവൗ, ദിവി ആകാശത്ത് താരകാഗണൈഹി വൃതഃ, നക്ഷത്ര സമൂഹങ്ങളാൽ ചുറ്റപ്പെട്ടവനായ ഉടുരാജഃ, ഉടുരാജൻ നക്ഷത്രങ്ങളുടെ രാജൻ ചന്ദ്രൻ, ആ ചന്ദ്രനെ പോലെ പ്രകാശിച്ചു, ശോഭിച്ചു എന്ന് പറയും. അപ്പൊ എങ്ങനെയാണോ ചന്ദ്രൻ തൻ്റെ ചുറ്റും നക്ഷത്രങ്ങളാൽ ശോഭിക്കുന്നത്, അതുപോലെ യാദവ പ്രമുഖന്മാരായ നക്ഷത്രങ്ങളെ കൊണ്ട് കൃഷ്ണചന്ദ്രൻ ശോഭിച്ചു. തത്രോപമന്ത്രിണോ രാജൻ നാനാഹാസ്യരസൈർവിഭും ഉപതസ്തുർനടാചാര്യ നർത്തക്യസ്താണ്ഡവൈഃ പൃഥക്. തത്രോപമന്ത്രിണോ രാജൻ നാനാഹാസ്യരസൈർവിഭും ഉപതസ്തുർനടാചാര്യ നർത്തക്യസ്താണ്ഡവൈഃ പൃഥക്. ഹേ രാജൻ, അല്ലയോ രാജാവേ, പരീക്ഷിത്തേ, തത്ര ഉപമന്ത്രിണഃ നാനാഹാസ്യരസൈഃ നടാചാര്യാഃ നർത്തക്യഃ പൃഥക് താണ്ഡവൈഃ വിഭും ഉപതസ്തുഃ. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള പ്രകടനങ്ങളെ കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ച് സേവിച്ചു. അതാണ് ഉപമന്ത്രിണഃ. ഉപമന്ത്രികൾ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രികളല്ല, വലിയ ഭരണകാര്യങ്ങളിൽ തലയിടുന്നവരല്ല, മറ്റു പല കാര്യങ്ങളിലും ഉപദേഷ്ടാക്കളും മറ്റുമൊക്കെ ആയിരിക്കുന്ന ആളുകൾ, സാഹിത്യകാരന്മാര്, കവികള്, നർത്തകന്മാര്, നടന്മാര്, അല്ലേ, ഗാനഭൂഷണങ്ങൾ, തമാശകൾ പറയുന്ന എന്താ പറയുക വിദൂഷകന്മാര്, അങ്ങനെയുള്ള പലരും ഉണ്ടാവും. അവരെയാണ് ഉപമന്ത്രിണഃ എന്ന് പറയുന്നത്. ഒരു സഭ എന്ന് പറയുമ്പോൾ ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ നിറഞ്ഞതാണ്. അങ്ങനെയുള്ള ഉപമന്ത്രികൾ നാനാഹാസ്യരസൈഹി, പലതരത്തിലുള്ള ഹാസ്യരസങ്ങളുള്ള വാക്യങ്ങളെ കൊണ്ടും ശ്ലോകങ്ങളെ കൊണ്ടും കഥകളെ കൊണ്ടും ഒക്കെ ഭഗവാനെ സന്തോഷിപ്പിച്ചു. അതാണ് വിഭും ഉപതസ്തു, ഭഗവാനെ ഉപാസിച്ചു,
അതുപോലെ നടാചാര്യാഹ നർത്തക്യഃ പൃഥക് താണ്ഡവൈഹി, നടാചാര്യന്മാരും നർത്തകികളും അവരവരുടെ വേറെ വേറെയുള്ള താണ്ഡവ നൃത്തങ്ങളെ കൊണ്ടും ഭഗവാനെ സന്തോഷിപ്പിച്ചു. അപ്പോൾ അവരൊക്കെ സഭയിൽ വന്ന് സഭയിൽ എല്ലാവരും കാണെ എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ള വ്യാജേന വാസ്തവത്തിൽ അവരുടെ സമർപ്പണം ആർക്കുള്ളതാണ്? എല്ലാം ഭഗവാനുള്ളതാണ്. ഭഗവാനെ ഉപാസിക്കുകയാണ് അവർ. അവരുടെ കഴിവുകളെല്ലാം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങളാലാവുന്നത്, ഞങ്ങളുടെ കയ്യിൽ എന്തൊക്കെ കഴിവുകളുണ്ടോ ഇതെല്ലാം അങ്ങയുടെ പൂജയായി ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ ക്ഷേത്രോത്സവങ്ങൾക്കെല്ലാം എല്ലാ കലാപരിപാടികൾ, നമ്മുടെ ക്ഷേത്രകലകളെല്ലാം അവതരിപ്പിക്കുന്നതിൻ്റെ താല്പര്യവും ഇതുതന്നെ. അവിടെ കാണാൻ മറ്റുള്ള സദസ്സിൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാന കാഴ്ചക്കാരൻ, ഏറ്റവും സന്തോഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഭഗവാനെയാണ്. ആ ഭഗവാന് പൊതുവായിട്ടാണ്, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കലാകാരന്മാർ അവരുടെ കഴിവുകളെ അവിടെ പ്രകടിപ്പിക്കുന്നു. കൂട്ടത്തിൽ നമ്മളും സന്തോഷിക്കുന്നു. അപ്പോൾ നടാചാര്യന്മാരും നർത്തകികളും താണ്ഡവങ്ങളെ കൊണ്ട് വെവ്വേറെ ഭഗവാനെ സന്തോഷിപ്പിച്ചു. മൃദംഗ വീണാമുരജ വേണുതാളധരസ്വനൈഃ നനൃദുർജഗുസ്തുഷ്ടുവുശ്ച സൂതമാഗതബന്ദിനഃ. മൃദംഗ വീണാമുരജ വേണുതാളധരസ്വനൈഃ നനൃദുർജഗുസ്തുഷ്ടുവുശ്ച സൂതമാഗതവന്ദിനഃ. സൂതന്മാര്, മാഗതന്മാര്, വന്ദികള് എന്നിങ്ങനെയുള്ള രാജാവിനെ സ്തുതിക്കുന്നവരായിട്ടുള്ള സ്തുതിപാഠകന്മാര്. അപ്പൊ അവര് എന്തൊക്കെ കൊണ്ട് പാടുക, സ്തുതിക്കുക ഒക്കെ ചെയ്തു? മൃദംഗം, വാദ്യഘോഷം, മൃദംഗം, വീണ, വീണ കൊണ്ടും, മുരജം എന്നുള്ളതായിട്ടുള്ള വാദ്യം, അതുപോലെ വേണു, ഓടക്കുഴല്, അതുപോലെ താളം, ഇലത്താളം പോലെയുള്ള താളങ്ങള്, ദരം എന്ന് പറഞ്ഞാൽ ശംഖ്. അപ്പൊ അങ്ങനെയുള്ള സ്വനൈഹി, സ്വരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, നാദ വിസ്മയം തീർത്തുകൊണ്ട്, നനൃദുഹു, ചിലര് നൃത്തം വെച്ചു, ജഗുഹു, ചിലര് ഗാനം ചെയ്തു, തുഷ്ടുവുഹു, ചിലര് സ്തുതിച്ചു. അപ്പൊ അങ്ങനെ നൃത്തം, ഗാനം, സ്തുതി ഇതെല്ലാം ചെയ്തു ആര്? സൂതന്മാരും മാഗധന്മാരും വന്ദികളുമായിട്ടുള്ളവർ. വിവിധ വാദ്യങ്ങളൊക്കെ ഘോഷിച്ചുകൊണ്ട് ഭഗവാനെ പാടിക്കൊണ്ടും നൃത്തം വെച്ചുകൊണ്ടും സന്തോഷിപ്പിച്ചു നൃത്തം. തത്രാഹുർബ്രാഹ്മണാ കേചിത് ആസീനാ ബ്രഹ്മവാദിനഃ പൂർവേഷാം പുണ്യയശസാം രാജ്ഞാം ചാഗതയൻ കഥാഃ. തത്രാഹുർബ്രാഹ്മണാ കേചിത് ആസീനാ ബ്രഹ്മവാദിനഃ പൂർവേഷാം പുണ്യയശസാം രാജ്ഞാം ചാഗതയൻ കഥാഃ. തത്ര ആസീനാഃ കേചിത് ബ്രാഹ്മണാഃ, അവിടെ സഭയിൽ വന്നിരിക്കുന്നവരായ സഭാവാസികളായ ചില ബ്രാഹ്മണർ, നല്ല പണ്ഡിതന്മാരായിട്ടുള്ള ബ്രാഹ്മണര്, ബ്രഹ്മ ആഹുഹു, വേദത്തെ പറഞ്ഞു അഥവാ വേദമന്ത്രങ്ങളെ ഘോഷിച്ചു. അപ്പോൾ പ്രത്യേക സന്ദർഭങ്ങളിൽ വേദമന്ത്രങ്ങൾ ഘോഷിക്കുക ഇതൊരു സഭയുടെ അലങ്കാരമാണ്. അതുപോലെ വാദിനഃ, നല്ലോണം തർക്കിക്കാനും വാദിക്കാനും ഒക്കെ കഴിവുള്ളതായിട്ടുള്ള ആളുകള്, തർക്കശാസ്ത്ര നിപുണന്മാരായിട്ടുള്ളവർ, പുണ്യയശസാം പൂർവേഷാം രാജ്ഞാം കഥാഃ അകഥയന്, പുണ്യയശസ്വികളായിരിക്കുന്ന പൂർവീകരായ രാജാക്കന്മാരുടെ കഥകളെ അവിടെ പറഞ്ഞു. അപ്പൊ അവിടെ വാദികൾ എന്ന് പറഞ്ഞാൽ നന്നായി വധിക്കാൻ കഴിയുന്നവർ, നന്നായി സംസാരിക്കാൻ കുശലന്മാരായിരിക്കുന്നവർ, കഥ പറയുന്നതിൽ മിടുക്കന്മാരായിരിക്കുന്നവർ എന്നർത്ഥം. അവര് പൂർവീകരായ രാജാക്കന്മാരുടെയൊക്കെ, ഈ യദുവംശത്തിൽ തന്നെയുള്ള രാജാക്കന്മാരുടെയും മറ്റ് സൂര്യവംശത്തിലും മറ്റുമൊക്കെയുള്ള മഹാത്മാക്കളായ രാജാക്കന്മാരുടെയൊക്കെ കഥകൾ പറഞ്ഞ് സഭയിൽ എല്ലാവരെയും രസിപ്പിച്ചു. തത്രൈകഃ പുരുഷോ രാജൻ ആഗതോ പൂർവദർശനഃ അപൂർവദർശനഃ വിജ്ഞാപിതോ ഭഗവതേ പ്രദീഹാരൈഃ പ്രവേശിതഃ. തത്രൈകഃ പുരുഷോ രാജൻ ആഗതോ പൂർവദർശനഃ വിജ്ഞാപിതോ ഭഗവതേ പ്രദീഹാരൈഃ പ്രവേശിതഃ. അല്ലയോ പരീക്ഷിത് രാജാവേ, കേൾക്കൂ. തത്ര ഏകഃ പുരുഷഃ, അപ്പോൾ അവിടെ ആ സദസ്സിലേക്ക് ഒരു പുരുഷൻ വന്നു. ആരാണവൾ? ആഗതഃ അപൂർവദർശനഃ,
അപൂർവ ദർശനൻ എന്ന് പറഞ്ഞാൽ മുമ്പ് കണ്ടിട്ടില്ലാത്തവൻ എന്നാണ് അർത്ഥം. പൂർവം ന ദർശിത, പൂർവദർശിതൻ മുമ്പ് കണ്ടവൻ, അത് അല്ലാത്തവൻ മുമ്പ് കാണാത്തവൻ, ഒരു അപരിചിതൻ എന്നർത്ഥം. അങ്ങനെ ഒരാള് പുതിയൊരാൾ, ആ ദേശത്തിലുള്ള ആളല്ല എന്ന് താല്പര്യം. അങ്ങനെ ഒരാൾ അവിടേക്ക് പ്രവേശിക്കുകയാണ്. അപൂർവദർശന ഏകഃ പുരുഷഃ തത്രാഗതഃ പ്രദീഹാരൈഃ ഭഗവതേ വിജ്ഞാപിതഃ പ്രവേശിതഃ. ദ്വാരപാലന്മാര്, പ്രദീഹാരന്മാര് എന്ന് പറഞ്ഞാൽ വരുന്നവരെ കൂട്ടിക്കൊണ്ടുവരാനും മറ്റുമൊക്കെ സഹായിക്കുന്ന ആളാണ് ദ്വാരപാലന്മാര്. അവര് പ്രദീഹാരന്മാര്. ഭഗവതേ വിജ്ഞാപിതഃ, ഭഗവാനെ വന്ന് അറിയിച്ചു. ഇങ്ങനെ ഒരാള് വന്ന് കാത്തിരിക്കുന്നുണ്ട്, ഭഗവാനെ കൃഷ്ണനെ കാണാനാണ് വന്നിരിക്കണമെന്ന് പറയണു, അയക്കട്ടെ എന്ന് ആ ദൂതന്മാർ അല്ലെങ്കിൽ കാവൽക്കാർ വന്ന് ചോദിച്ചു. ഭഗവാൻ സമ്മതിച്ചു. അങ്ങനെ സമ്മതിക്കപ്പെട്ടവൻ എന്നാണ് വിജ്ഞാപിത. ഭഗവതേ വിജ്ഞാപിത, ഭഗവാനോട് അറിയിക്കപ്പെട്ടവനായ അദ്ദേഹം പ്രവേശിക്കപ്പെട്ടു. അപ്പൊ ആരാണെങ്കിലും വേഗം വരാൻ പറയൂ എന്ന് ഭഗവാൻ അയാളെ വരാൻ പറഞ്ഞു. അയാൾ അങ്ങനെ ആ സഭയിലേക്ക് വന്നു. സ നമസ്കൃത്യ കൃഷ്ണായ പരേശായ കൃതാഞ്ജലി രാജ്ഞാം ആവേദയത് ദുഃഖം ജരാസന്ധ നിരോധജം. സ നമസ്കൃത്യ കൃഷ്ണായ പരേശായ കൃതാഞ്ജലി രാജ്ഞാം ആവേദയത് ദുഃഖം ജരാസന്ധ നിരോധജം. അപ്പോ സഹ കൃഷ്ണായ പരേശായ നമസ്കൃത്യ, എങ്ങനെ കൃതാഞ്ജലി നമസ്കൃത്യ, ആ വന്ന ദൂതൻ പരേശൻ, പരന്മാർക്കും ഈശനായ കൃഷ്ണനായിക്കൊണ്ട് കൃതാഞ്ജലി അഞ്ജലി കൂപ്പിക്കൊണ്ട് നമസ്കൃത്യ നമസ്കാരം കൃത്വ രാജ്ഞാം ദുഃഖം ആവേദയത്, രാജാക്കന്മാരുടെ ദുഃഖത്തെ നിവേദിച്ചു, അറിയിച്ചു. ഏത് രാജാക്കന്മാരുടെ? ജരാസന്ധ നിരോധജം. അപ്പോ ജരാസന്ധ നിരോധജം ദുഃഖം, ജരാസന്ധനാൽ നിരോധിക്കപ്പെട്ടവരാണ് രാജാക്കന്മാർ, അവർക്ക് അതിൽ നിന്നുണ്ടായ ദുഃഖം. അപ്പൊ ജരാസന്ധനാൽ കാരാഗൃഹത്തിൽ ബന്ധിക്കപ്പെട്ടവരായിട്ട് അതിന്റെ ദുഃഖം, രാജാക്കന്മാരുടെ ആ ദുഃഖത്തെ ഭഗവാനോട് അറിയിച്ചു. ആവേദയത്, അപ്പൊ ആ രാജാക്കന്മാരുടെ ദുഃഖത്തിനെ വിശേഷിപ്പിച്ചതാണ് ജരാസന്ധ നിരോധജം ദുഃഖം. ജരാസന്ധന്റെ ബന്ധനത്തിൽ നിന്നുണ്ടായ ദുഃഖം, ക്ലേശം, അത് വന്ന് അറിയിച്ചു. യേ ച ദിഗ്വിജയേ തസ്യ സന്നതിം നയയുർനൃപാഃ പ്രസഹ്യ രുദ്ധാ തേനാസൻ അയുതേ ദ്വേ ഗിരിവ്രജേ. യേ ച ദിഗ്വിജയേ തസ്യ സന്നതിം നയയുർനൃപാഃ പ്രസഹ്യ രുദ്ധാസ്തേനാസൻ അയുതേ ദ്വേ ഗിരിവ്രജേ. തസ്യ ദിഗ്വിജയേ യേ നൃപാഃ സന്നതിം ന യയുഃ. തസ്യ എന്ന് പറയുമ്പോൾ അവിടെ ജരാസന്ധസ്യ ദിഗ്വിജയേ, അദ്ദേഹം ദിഗ്വിജയം നടത്തിയിട്ടുണ്ട്. 10,000 ആനയുടെ ശക്തിയുള്ള മഹാകരുത്തനായ ജരാസന്ധൻ ദിക്കുകളെല്ലാം ജയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ജരാസന്ധന്റെ ദിഗ്വിജയ കാലത്ത് യേ നൃപാഃ സന്നതിം ന യയുഃ, ഏത് രാജാക്കന്മാരാണ് സന്നതിയെ പ്രാപിക്കാതിരുന്നത്? സന്നതി എന്ന് പറഞ്ഞാൽ സമ്യക്കായ നമസ്കാരം. അവർ വന്ന് വിധേയരായിക്കൊണ്ട് ജരാസന്ധന് ഞങ്ങൾ കീഴ്പ്പെടുന്നു, അങ്ങ് ഞങ്ങളുടെ മഹാരാജാവ് ചക്രവർത്തി, ഞങ്ങൾ അങ്ങയുടെ സാമന്തന്മാർ എന്ന് അംഗീകരിച്ചുകൊണ്ട് യുദ്ധം കാക്ഷിക്കാതെ ജരാസന്ധന് വിധേയരാവുക, അതാണ് സന്നതി പ്രാപിക്കുക, നമസ്കാരം ചെയ്യുക എന്നൊക്കെ അർത്ഥം. അപ്പൊ ആരാണോ അങ്ങനെ ചെന്ന് അടിയറവ് പറയാതിരുന്നത്, ആ രാജാക്കന്മാർ എത്ര? ദ്വേ അയുതേ, ദ്വേ 2, അയുതം 10,000. അപ്പൊ 2 10,000 20,000, ഒരു 800 കൂടി ഉണ്ട്. അതിവിടെ ശ്ലോകത്തിൽ ഫിറ്റ് ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് ആ വാക്ക് ഉപയോഗിച്ചില്ല എന്നേ ഉള്ളൂ. 20,800 രാജാക്കന്മാരാണ്. അപ്പോ 20,000 എന്നിവിടെ സംഖ്യ പറഞ്ഞു. അത് ഗിരിവ്രജയെ പ്രസഹ്യ തേന രുദ്ധാഹ ആസന്ന്. ഗിരിവ്രജം എന്ന് പറയുന്നത് മഗധത്തിലെ ഒരു പ്രത്യേക സ്ഥലമാണ്, കോട്ട. മഗധദേശത്തിന്റെ ഒരു തലസ്ഥാനത്തിലുള്ള ബന്ധനസ്ഥനുള്ളതായിട്ടുള്ള കോട്ട.
അപ്പോൾ അതിൽ ബന്ധിച്ചു എന്നർത്ഥം. രുദ്ധാഹ ആസന്ന്, രോധിക്കപ്പെട്ടവരായി ഭവിച്ചു. പ്രസഹ്യ ബലാത്കാരേണ. അപ്പോൾ ഈ രാജാക്കന്മാരെയൊക്കെ യുദ്ധം ചെയ്ത് പിടിച്ച് തടവിലാക്കി എന്ന് താല്പര്യം. കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജന വയം ത്വാം ശരണം യാമോ ഭവഭീതാ പൃഥഗ്ദിയഃ. കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജന വയം ത്വാം ശരണം യാമോ ഭവഭീതാ പൃഥഗ്ദിയഃ. അപ്പൊ അവര് കൃഷ്ണനെ ശരണം പ്രാപിക്കുകയാണ്. ജരാസന്ധനെ അവർ ശരണം പ്രാപിച്ചതല്ല, പക്ഷെ പരാജയപ്പെട്ട് ബന്ധനസ്ഥരായി. പക്ഷെ അവർക്ക് കൃഷ്ണനോട് ശരണം പ്രാപിക്കാൻ ഒരു മടിയുമില്ല ഇപ്പോൾ. കാരണം ഇപ്പോൾ അവര് അവശരാണ്, പാഠം പഠിച്ചവരാണ്, അഹങ്കാരമില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഈ ശ്ലോകത്തിൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്, ഹേ കൃഷ്ണ കൃഷ്ണ അപ്രമേയാത്മൻ, അളവില്ലാത്ത സ്വരൂപത്തോടു കൂടിയവനെ, അനന്തനായിരിക്കുന്നവനെ, പ്രപന്ന ഭയഭഞ്ജന, ശരണം പ്രാപിച്ചിരിക്കുന്നവരുടെ പ്രപന്നന്മാരുടെ ഭയത്തെ നശിപ്പിക്കുന്നവനെ, വയം ത്വാം ശരണം യാമോ, വയം ഞങ്ങൾ, ത്വാം അങ്ങയെ, ശരണം യാമഹ ശരണത്തെ ഗമിക്കുന്നു, ഞങ്ങളിതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ഭവഭീതാഹ പൃഥഗ്ദിയഃ, ഞങ്ങൾ പൃഥഗ്ദിയഃ ഭേദബുദ്ധിയുള്ളവരായതുകൊണ്ട്, ഞങ്ങൾക്ക് ഭ്രമമുള്ളവരായതുകൊണ്ട്, ദേഹാഭിമാനമുള്ളവരായതുകൊണ്ട് ഒക്കെ ഞങ്ങൾ ഭവഭീതരാണ്. അപ്പൊ പൃഥഗ്ദിയഃ ഭവഭീതാഹ, ഭേദബുദ്ധി ഉള്ളതുകൊണ്ട് സംസാര ഭയമുള്ള, ലോകത്തിൽ നിന്ന് ഭയമുള്ളവരായിട്ടുള്ളവരാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ഞങ്ങളെ രക്ഷിച്ചാലും ഞങ്ങൾ ശരണം പ്രാപിക്കുകയാണ്. ഒരു ശരണാഗതി ആണ് അവരുടെ ഈ ശ്ലോകം. ഇനി അത് ഭഗവാൻ ചെന്ന് കാരാഗ്രഹത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കുമ്പോൾ ഇതിന്റെ ബാക്കി അവർ സ്തുതിക്കും. ഇവിടെ അവരുടെ അപേക്ഷയാണെങ്കിൽ ഇനി ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അവരെ മോചിപ്പിച്ചു കഴിയുമ്പോൾ ഭഗവാനെ സ്തുതിക്കുന്ന 74 അധ്യായത്തിലോ മറ്റെയാണ് ജരാസന്ധ വധം കഴിഞ്ഞ് കാരാഗ്രഹത്തിൽ നിന്ന് ഇവരെയൊക്കെ മോചിപ്പിക്കുമ്പോൾ. അതിലാണ് ഒരു ശ്ലോകം, കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമ്മൾ ദിവസവും ചൊല്ലുന്ന ആ ശ്ലോകം. പ്രണതന്മാരുടെ ക്ലേശത്തെ നശിപ്പിക്കുന്ന ഗോവിന്ദനായ വാസുദേവനായ കൃഷ്ണനായ അങ്ങേക്ക് നമസ്കാരം നമസ്കാരം എന്ന് ഭഗവാനെ കാണുമ്പോൾ നമസ്കരിക്കുന്നതാണത്. മോചിതരായിട്ട് നമസ്കരിക്കുന്നതാണ്. പ്രപന്നന്മാരുടെ ക്ലേശത്തെ നശിപ്പിച്ചവനായിട്ട് നമസ്കാരം. അപ്പൊ ഇവിടെ ക്ലേശം നശിപ്പിക്കാനായിക്കൊണ്ട് ശരണം പ്രാപിക്കുകയാണ്. അപ്പൊ ഇനി അവരുടെ ആവലാതി അവര് അവതരിപ്പിക്കണ ദൂതൻ വഴിക്ക് ആ രാജാക്കന്മാരുടെ വിഷമം എന്താണെന്ന് പറയണം. ലോകോ വികർമ്മനിരതഃ കുശലേ പ്രമത്തഃ കർമ്മണ്യയം ത്വദുദിതേ ഭവദർശനേ സ്വേ യസ്താവദസ്യ ബലവാനിഹ ജീവിതാശാം സദ്യശ്ചിനത്യനിമിഷായ നമോസ്തു തസ്മൈ. ലോകോ വികർമ്മനിരതഃ കുശലേ പ്രമത്തഃ കർമ്മണ്യയം ത്വദുദിതേ ഭവദർശനേ സ്വേ യസ്താവദസ്യ ബലവാനിഹ ജീവിതാശാം സദ്യശ്ചിനത്യനിമിഷായ നമോസ്തു തസ്മൈ. അപ്പോ ഇവർ സ്വയം അവർ ചെയ്തതായിട്ടുള്ള അപരാധത്തെ ഓർമ്മിച്ചുകൊണ്ട് ഭഗവാൻ അതിന് നൽകിയ ശിക്ഷയാണ് തങ്ങളുടെ ഈ ജരാസന്ധന്റെ കാരാഗൃഹവാസം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്, നമസ്കരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഈ ലോകഃ വികർമ്മനിരതഃ, വികർമ്മം എന്ന് പറഞ്ഞാൽ അരുതാത്ത കർമ്മങ്ങൾ, വിപരീത കർമ്മങ്ങൾ, നിഷിദ്ധ കർമ്മങ്ങൾ എന്ന് പറയുന്ന കർമ്മങ്ങളിലാണ് ഈ ലോകം എപ്പോഴും നിരതമായിരിക്കുന്നത്, മുഴുകിയിരിക്കുന്നത്. കുശലേ പ്രമത്തഃ, ഈ ലോകം കുശലത്തിൽ പ്രമത്തരാണ്. കുശലം എന്ന് പറഞ്ഞാൽ അവർക്കും ലോകത്തിനും ക്ഷേമകരമായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്ന് പ്രമാദം സംഭവിച്ച് പിന്തിരിഞ്ഞിരിക്കുന്നു. ഓരോ
കാലത്തും അത് കൂടിക്കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ഈ ലോകത്തിൽ സ്വകർമ്മത്തിൽ നിരതരായിരിക്കുന്നവരില്ല, വികർമ്മ നിരതരാണ് കൂടുതൽ. കുശലത്തിൽ പ്രമത്തരാണ് എല്ലാവരും. സ്വന്തം കുശലം നോക്കാൻ, ആത്മനോ മോക്ഷായ ജഗത് ഹിതായ എന്ന ആറ്റിറ്റ്യൂഡിൽ പ്രവർത്തിക്കുന്നതിൽ അവർക്ക് പ്രമാദം സംഭവിച്ചിരിക്കുന്നു. എന്നിട്ടോ കർമ്മണ്യയം ത്വദുദിതേ ഭവദർച്ചനേ സ്വേ. അപ്പോൾ ത്വദുദിതേ ഭവദർച്ചനേ സ്വേ കുശലേ കർമ്മണി പ്രമത്തഃ. അയം എന്ന് പറഞ്ഞാൽ ഈ ലോകം തന്നെ. അയം ലോകഃ ത്വദുദിതേ ഭവദർച്ചനെ, അങ്ങയാൽ പറയപ്പെട്ടിരിക്കുന്ന ഭവദർശനത്തിൽ, അങ്ങയുടെ പൂജാരൂപമായ സ്വന്തം ധർമ്മത്തിൽ. സ്വേ കുശലേ കർമ്മണി, അവരവരുടെ ധർമ്മം എങ്ങനെ ചെയ്യണം? സ്വകർമ്മണാതമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഓരോരുത്തരും അവരവരുടെ കർമ്മം കൊണ്ട് ഈശ്വരാരാധന ചെയ്യണം, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനാൽ പറയപ്പെട്ട അങ്ങയുടെ അർച്ചനാരൂപമായിട്ടുള്ള അവരവരുടെ സ്വധർമ്മത്തിൽ പ്രമത്തരായിട്ട്, ശ്രദ്ധയില്ലാത്തവരായിട്ട്, യാവത് എത്ര കാലം അവരെങ്ങനെ തുടരുന്നുവോ, താവത് അത്രയും കാലം, യഹ ബലവാൻ അസ്യ ജീവിതാശാം, ഏതൊരുവരുടെ ബലവാനായ അവരുടെ ജീവിതാശ. എല്ലാവർക്കും ജീവിതത്തിൽ കൊതിയുണ്ട്, പക്ഷേ സദ്യ ചിനത്തി, അവർ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് അതിനെ മുറിച്ചു കളയുന്നു, നശിപ്പിക്കുന്നു. അപ്പോൾ സ്വധർമ്മത്തിൽ മുഴുകാതെ വികർമ്മത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ധനം സമ്പാദിക്കാനും സ്വാർത്ഥ സുഖങ്ങൾ അനുഭവിക്കാനുമായി വ്യഗ്രതയോടെ അധർമ്മങ്ങൾ, പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെയൊക്കെ വിചാരം അവരടുത്തൊന്നും മരിക്കില്ല, മരിക്കാൻ പാടില്ല. അവരുടെ വേണ്ടപ്പെട്ടവരൊക്കെ എന്നും കൂടെ വേണം. അവരുടെ സ്ഥാനമാനങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കണം. അവരുടെ യൗവനവും സൗന്ദര്യവും ആരോഗ്യവുമെല്ലാം എപ്പോഴും കൂടെ ഉണ്ടാവണം. ഇങ്ങനെ എല്ലാം അവര് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാം കൂടെ ഉണ്ടാവുന്നുള്ള ഒരു എന്താ പറയുക, അമിത ആത്മവിശ്വാസത്തോടെ കഴിയുമ്പോഴാണ് ഭീം എന്ന് പറഞ്ഞിട്ട് ഇടുത്തി വീഴും പോലെ ജീവിതത്തിൽ പലതും സംഭവിക്കുന്നത്. ചിലപ്പോൾ വളരെ വേണ്ടപ്പെട്ടവരുടെ മരണം, ചിലപ്പോൾ തൻ്റെ തന്നെ മരണമാവാം, അല്ലെങ്കിൽ തനിക്ക് തന്നെ ഒരു പക്ഷാഘാതം വന്ന് ഒന്നിനും കൊള്ളാതെ മൂലയ്ക്ക് കിടക്കുന്നവനാവാം, അല്ലേ? ദീനനായിട്ടുള്ള അവസ്ഥയാവാം. ചിലപ്പോൾ സമ്പത്തെല്ലാം ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ട് ദരിദ്രനായി മാറാം. ചിലപ്പോൾ യൗവനം നഷ്ടപ്പെട്ട് വാർദ്ധക്യത്താൽ പലതരം പീഡകൾ അനുഭവിക്കുന്നവനാകാം. ഇതിനൊക്കെ നിമിഷനേരങ്ങൾ മതി. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. അപ്പൊ ഇത് ചിന്തിക്കാതെ തനിക്കിനി മരണമില്ല, തനിക്ക് ദുഃഖമില്ല, താൻ എന്നും പെർമനൻ്റായിട്ട് ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുമെന്ന് മൂഢന്മാർ മോഹിച്ചിരിക്കെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നല്ല അടി കിട്ടും പോലെ ഭഗവാന്റെ അടി കിട്ടുന്നു. അതാണ് യാവത് താവത് യഹ ബലവാൻ അസ്യ ജീവിതാശാം, അവന്റെ ജീവിതാശയെ സദ്യശ്ചിനത്തി, ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഭഗവാൻ നശിപ്പിച്ചു കളയുന്നു. അപ്പോ അങ്ങനെ ഭഗവാൻ ആരാണിവിടെ? അനിമിഷായ തസ്മൈ നമഃ അസ്തു. അനിമിഷനാണ് ഭഗവാൻ എന്ന് പറഞ്ഞാലോ, നിമേഷമില്ലാത്തവൻ, കണ്ണടയ്ക്കാത്തവൻ, കാലസ്വരൂപൻ. അനിമിഷൻ എന്നാൽ കാലമെന്നും അർത്ഥം. കാലം കണ്ണടയ്ക്കുന്നില്ല, കാലം ആർക്കും വേണ്ടി കാത്തു നിൽക്കുന്നില്ല. കാലം അതിൻ്റെ എന്താ പറയുക, വളരെ വേഗതയിലുള്ള പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കും. ആ കാലത്തിൻ്റെ ബുൾഡോസറിൽ എല്ലാം ഞെരിഞ്ഞമരും. അപ്പം അങ്ങനെയുള്ള അനിമിഷനായ, കണ്ണടയ്ക്കാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന മൃത്യുർധാവതി പഞ്ചമഃ എന്ന് വേദം പറയുന്നത് എതിനെക്കുറിച്ചോ? ഏതൊരു ഭഗവാനെ ഭയന്നുകൊണ്ട് യമൻ ഓടി നടന്ന് ആളുകളെ പിടികൂടുന്നുവോ, അങ്ങനെയുള്ള അനിമിഷായ തസ്മൈ നമഃ അസ്തു.
അനിമിഷനായ അങ്ങേക്ക് ആ ഭഗവാന് നമസ്കാരം ഭവിക്കട്ടെ. കാരണം ആ അനിമിഷം തന്നെയാണ്, ആ കാലസ്വരൂപനായ ഭഗവാൻ തന്നെയാണ് ഞങ്ങളുടെ എല്ലാം നശിപ്പിച്ച് പാഠം പഠിപ്പിച്ചത്. ഞങ്ങൾ രാജാക്കന്മാരെന്ന അഭിമാനത്തോടെ സ്വാർത്ഥരായിക്കൊണ്ട്, ധൂർത്തരായിക്കൊണ്ട്, തോന്നിയവാസികളായിക്കൊണ്ട് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. കാലസ്വരൂപനായ അങ്ങ് ഇത് കണ്ടുകൊണ്ടിരുന്നു. അത് അങ്ങേക്ക് സഹിച്ചില്ല. അങ്ങ് ഞങ്ങളെ പിടിച്ച് ജരാസന്ധന്റെ കാരാഗൃഹത്തിലാക്കി. ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ദീനരായി, അസ്വതന്ത്രരായി, അല്ലേ, കാരാഗൃഹത്തിൽ കാലങ്ങളായി ഇപ്പൊ കഴിച്ചുകൂട്ടുന്നു. ഇത് അങ്ങയുടെ ശിക്ഷയാണ്, കാലസ്വരൂപനായ അങ്ങയുടെ ശിക്ഷയാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അങ്ങേക്ക് നമസ്കാരം. ലോകേ ഭവാൻ ജഗതിനഃ കലയാവതീർണഃ സദ്രക്ഷണായ ഖലനിഗ്രഹണായ ചന്യഃ കശ്ചിത്വദീയമതിയാതി നിദേശമീശ കിം വാ ജനഃ സ്വകൃതമൃച്ഛതി തന്ന വിദ്മഃ. ലോകേ ഭവാൻ ജഗതിനഃ കലയാവതീർണഃ സദ്രക്ഷണായ ഖലനിഗ്രഹണായ ചന്യഃ കശ്ചിത്വദീയമതിയാതി നിദേശമീശ കിം വാ ജനഃ സ്വകൃതമൃച്ഛതി തന്ന വിദ്മഃ. അങ്ങ് ഈ ലോകത്തിൽ അവതരിക്കുന്നത് സജ്ജനങ്ങളെ രക്ഷിക്കാനും ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കാനും വേണ്ടിയിട്ടാണ്. അതാണ് ലോകേ, ഈ ലോകത്തിൽ ജഗദിനഃ, ഈ ജഗത്തിന്റെ ഇനൻ എന്നാൽ ഈശ്വരൻ, നാഥൻ. അപ്പൊ ജഗദിനഃ, ജഗന്നാഥനായ അങ്ങ് ഭവാൻ സദ്രക്ഷണായ ഖലനിഗ്രഹണായ, സത്തുക്കളെ രക്ഷിക്കാനും ഖലന്മാരെ നിഗ്രഹിക്കാനുമായിട്ട് കലയാ അവതീർണഃ, അങ്ങയുടെ അംശം കൊണ്ട് അവതരിച്ചവനാകുന്നു. ഈശ, അല്ലയോ ഈശ്വര, അന്യഃ കശ്ചിത് ത്വദീയം നിദേശം അതിയാതി, ഏതൊരുവനാണോ അന്യനായിട്ടുള്ള ഒരുവൻ അങ്ങയുടെ നിദേശത്തെ, അങ്ങയുടെ നിർദ്ദേശത്തെ, ആജ്ഞയെ അതിക്രമിക്കുന്നത്, അനുസരിക്കാതിരിക്കുന്നത്, ആ ജനഃ സ്വകൃതം ഫലം ഋച്ഛതി കിം വാ തദ്ന വിദ്മഃ, അങ്ങനെയുള്ള ഒരാൾ അവരവർ ചെയ്തതായിട്ടുള്ള കർമ്മത്തിന്റെ ഫലത്തെ ഋച്ഛതി കിം വാ പ്രാപിക്കുമോ, തദ്ന വിദ്മഃ ഞങ്ങൾക്കറിയില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജരാസന്ധൻ ഞങ്ങളുടെ നേരെ ചെയ്ത പാപമുണ്ട്, അതിന്റെ ഫലം അദ്ദേഹം അനുഭവിക്കുമോ എന്നും ചോദ്യം. ഞങ്ങൾ ചെയ്തതായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം, ഞങ്ങൾ ചെയ്ത പാപങ്ങളുടെ എല്ലാം ഫലം അത് ഞങ്ങളാൽ പ്രാപിക്കപ്പെടുമോ ഞങ്ങൾക്കറിയില്ല, എന്താണെന്നുള്ള നിശ്ചയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും അങ്ങയുടെ ആജ്ഞകളെ അതിക്രമിക്കുന്നവർക്ക്, ധിക്കരിക്കുന്നവർക്ക് അങ്ങയുടെ ശിക്ഷയുണ്ടാവും എന്നിപ്പോൾ ഞങ്ങൾക്ക് ചിന്തിക്കാറാവുന്നു, അനുമാനിക്കാറാവുന്നു. മുമ്പ് ഈ ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ട്, ആര് ഏത് കർമ്മം ചെയ്യുന്നുവോ അവരുടെ സ്വകർമ്മത്തിന്റെ ഫലം അവർ തീർച്ചയായിട്ടും പ്രാപിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഏകദേശം ബോധ്യമായി വരുന്നു. ഇവിടെ നവിദ്മഹ എന്ന് പറഞ്ഞുവെങ്കിലും ഇവിടെ താല്പര്യം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ആശങ്കയുണ്ട്, അതിനെക്കുറിച്ച് അറിവുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങയുടെ ആജ്ഞയെ അതിക്രമിക്കാൻ അന്യന് സാധിക്കുമോ, അതോ അങ്ങ് തന്നെയാണോ ഇതിൻ്റെ എല്ലാം രക്ഷാധികാരി? ഓരോരുത്തരും ജന്മജന്മാന്തരങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമെല്ലാം അങ്ങ് തന്നെയാണോ കൊടുക്കുന്നത്? അതിൻ്റെ ഫലമായി ഓരോരുത്തരും സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ? എന്താണെങ്കിലും ഞങ്ങൾക്കതിന് വലിയ നിശ്ചയമില്ല, അങ്ങ് തന്നെ അത് പറഞ്ഞാലും എന്ന മട്ടിൽ ഭഗവാനെ സ്തുതിക്കുകയാണ്. സ്തുതി തുടരുകയാണ്, അല്ലെങ്കിൽ അപേക്ഷയാണ്, വാസ്തവത്തിൽ പ്രാർത്ഥനയാണ്. അവരുടെ വീഴ്ചകളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഈ ജരാസന്ധന്റെ കാരാഗൃഹത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണം, ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരായിരുന്നു കൊള്ളാമെന്ന് പറയുന്ന ഒരു 3 ശ്ലോകം കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നാരദന്റെ വരവിനെ കുറിച്ച് നമ്മൾ കാണാൻ പോണ. നാളെ കാണാം. നാളെ കർക്കിടക വാവ് നോക്കാം.
എന്തൊക്കെയോ തിരക്കുണ്ട്, സമയമുള്ളപ്പോൾ എടുക്കാം. വൈകുന്നേരം കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. വൈകുന്നേരം കാണാം. എല്ലാവർക്കും ശുഭദിനം. നാളെ കർക്കിടക വാവ്. എല്ലാവർക്കും അതിൻ്റെ ശ്രദ്ധയുണ്ടാവട്ടെ. ഹരി ഓം.